വളരെ പ്രകൃതി മനോഹരമായ പ്രദേശമാണ്, മണ്ഡലമാണ്. ഭാവിയിൽ ടൂറിസം രംഗത്ത് അനന്ത സാധ്യതകളാണ് ഇതിനുള്ളത്. പശ്ചിമതീര ജലപാതയുടെ ഭാഗമായിട്ടുള്ള വടകര മാഹി കനാൽ 3 റീച്ചുകൾ, ഒരു റീച്ച് മാത്രമേ ഇനി പൂർത്തിയാകാനുള്ളൂ. അതുകൂടി പൂർത്തിയാകുന്നതോടുകൂടി ടൂറിസം രംഗത്തും ചരക്ക് ഗതാഗത രംഗത്തും വലിയ മുന്നേറ്റം സൃഷ്ടിക്കാൻ കഴിയും. കാർഷിക പ്രാധാന്യമായ കുറ്റ്യാടി മണ്ഡലത്തിൽ നാളികേരത്തിൻ്റെ മൂല്യവർദ്ധിത ഉൽപ്പന്നങ്ങൾ ഉണ്ടാക്കുന്ന വ്യവസായ ശൃംഖലയുടെ തുടക്കം മണിമലയിൽ കുറിച്ചു. വടകര താലൂക്കിലെ നെല്ലറയാണ് കുറ്റ്യാടി. പക്ഷേ 50% സ്ഥലത്ത് മാത്രമേ നെൽകൃഷിയുള്ളൂ. വെള്ളക്കെട്ടുകൾ കൊണ്ട് കൃഷിക്ക് ഉപയുക്തമല്ലാത്ത പ്രദേശമാണ്. ഉപയുക്തമാക്കുന്നതിന് വേണ്ടിയുള്ള പദ്ധതികൾ നടപ്പിലാക്കി വരികയാണ്. ഭാവിയിൽ തരിശ് രഹിത കുറ്റ്യാടി ഏറ്റവും പ്രധാനപ്പെട്ട മുദ്രാവാക്യമായി ഏറ്റെടുത്ത് നമുക്ക് മുന്നോട്ട് പോകാൻ കഴിയണം. അങ്ങനെ ടൂറിസത്തിനും കാർഷിക മേഖലക്കും ഊന്നൽ നൽകിക്കൊണ്ടുള്ള ഭാവി പദ്ധതികൾ ആവിഷ്കരിച്ച് മുന്നോട്ട് പോകുന്നതിന് നിങ്ങളുടെ എല്ലാം സഹായങ്ങളും നിങ്ങളുടെ എല്ലാം പിന്തുണയും ഉണ്ടാകണമെന്ന് വിനയപൂർവ്വം അഭ്യർത്ഥിക്കുന്നു. സ്ഥാനാർത്ഥി എന്നുള്ള നിലയിൽ എനിക്ക് നിങ്ങൾക്ക് നൽകാനുള്ള ഉറപ്പ്, ഞാൻ നിങ്ങളോടൊപ്പം ഉണ്ടാകും, ജനങ്ങളോടൊപ്പം ഉണ്ടാകും എന്നതാണ്. ഗ്രാമപഞ്ചായത്ത് മെമ്പർ, ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ്, ജില്ലാ പഞ്ചായത്ത് മെമ്പർ, സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ, ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ്, MLA, ഇപ്പോൾ ഈ സ്ഥാനങ്ങളൊക്കെ കൈകാര്യം ചെയ്യുന്ന ഘട്ടത്തിൽ ജനങ്ങളോടൊപ്പം ചേർന്ന് നിന്ന് പ്രവർത്തിച്ച അനുഭവത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് ഞാൻ നിങ്ങൾക്ക് ഉറപ്പ് നൽകിയിട്ടുള്ളത്. നിങ്ങളെല്ലാം സഹായിക്കണം. കുറ്റ്യാടി മണ്ഡലത്തിൽ 2,15,000 വോട്ടർമാരുണ്ട്. ഒരു സ്ഥാനാർത്ഥി എന്നുള്ള നിലയിൽ ഓരോ വോട്ടർമാരെയും നേരിൽ കണ്ട് വോട്ടഭ്യർത്ഥിക്കണം എന്നതാണ് എൻ്റെ ആഗ്രഹം. പക്ഷേ ഞാൻ ആഗ്രഹിച്ചത് കൊണ്ട് കാര്യമില്ലല്ലോ. നിങ്ങളെല്ലാം സഹായിക്കണം. നിങ്ങളെല്ലാം എനിക്ക് വേണ്ടി വോട്ടഭ്യർത്ഥിക്കണം. കുടുംബക്കാരോട്, സുഹൃത്തുക്കളോട്, സഹപ്രവർത്തകന്മാരോട്, അയൽവാസികളോട് എല്ലാം കുറ്റ്യാടി മണ്ഡലത്തിലെ LDF സ്ഥാനാർത്ഥി KP കുഞ്ഞമ്മദ് കുട്ടി മാസ്റ്റർക്ക് ചുറ്റിക്കാരുവാൾ നക്ഷത്രം അടയാളത്തിൽ വോട്ടുകൾ രേഖപ്പെടുത്തണമെന്ന് ഇന്നു മുതൽ നിങ്ങൾ അഭ്യർത്ഥന തുടങ്ങിയാൽ വൻ ഭൂരിപക്ഷത്തിന് ഞാൻ തിരഞ്ഞെടുക്കപ്പെടും എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. എല്ലാവരുടെയും സഹായങ്ങൾ അഭ്യർത്ഥിക്കുകയാണ്. നിങ്ങൾ നൽകിയ ഊഷ്മളമായ വരവേൽപ്പിന് നന്ദി രേഖപ്പെടുത്തിക്കൊണ്ട് നമ്മുടെ ഇന്ത്യൻ വിപ്ലവ പ്രസ്ഥാനത്തിൻ്റെ അമരക്കാരനായ ആദരണീയനായ ബേബി സഖാവ് പങ്കെടുക്കുന്ന ഈ സ്വീകരണ പരിപാടിയിൽ സംബന്ധിക്കാൻ കഴിഞ്ഞു എന്നത് അങ്ങേറ്റം അഭിമാനകരമായി കാണുകയാണ്. ഒരിക്കൽ കൂടി ചുറ്റിക്കാരുവാൾ നക്ഷത്രം അടയാളത്തിൽ വോട്ടുകൾ രേഖപ്പെടുത്തി എൻ്റെ വൻ ഭൂരിപക്ഷത്തിന് വിജയിപ്പിക്കണമെന്ന് നിങ്ങളോടെല്ലാം വിനയപൂർവ്വം അഭ്യർത്ഥിക്കുന്നു. നമ്മുടെ പ്രിയങ്കരനായ സ്ഥാനാർത്ഥിക്ക് ഇവിടെ അവസാനം സൂചിപ്പിച്ചതുപോലെ ഇനി അവശേഷിക്കുന്ന ദിവസങ്ങളിൽ പരമാവധി വോട്ടർമാരെ, നാട്ടുകാരെ നേരിട്ട് കണ്ട് വോട്ടഭ്യർത്ഥിക്കേണ്ടതുണ്ട്. അതിൻ്റെ പര്യടനത്തിലാണ് അദ്ദേഹം പങ്കെടുത്തുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ടാണ് അടുത്ത സ്ഥലത്തേക്ക് തൻ്റെ ദൗത്യം, ജനങ്ങളെ നേരിട്ട് കാണുക എന്നുള്ള ഉത്തരവാദിത്വം അത് നിർവഹിക്കാൻ വേണ്ടി സഖാവ് കുഞ്ഞഹമ്മദ് കുട്ടി മാസ്റ്റർ ചുമതലകളുമായി മുന്നോട്ട് പൊയ്ക്കോളൂ എന്ന് അദ്ദേഹത്തെ പ്രേരിപ്പിച്ച് ഈ യോഗത്തിൽ നിന്ന് നമ്മളിപ്പോൾ യാത്രയാക്കിയത്. അദ്ദേഹം ഈ കാര്യങ്ങൾ സംക്ഷിപ്തമായിട്ട് ആദ്യം സംസാരിക്കട്ടെ എന്ന് പറയുന്നത് സ്ഥാനാർത്ഥികൾക്ക് നൽകേണ്ട ഒരു പ്രത്യേക പരിഗണനയുണ്ട്. അതുകൊണ്ടുകൂടിയാണ്. ഇവിടെ പറയുമെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. തെക്കൻ ഭാഗത്തൊക്കെ പറയും എല്ലാ വാദ്യവും ചെണ്ടയ്ക്ക് താഴെ എന്നാണ് പറയുന്നത്. അതിനുള്ള പ്രസക്തി എന്താണ്? നമ്മൾ തിരഞ്ഞെടുപ്പ് സമയത്ത് മറ്റ് പല ഉത്തരവാദിത്വങ്ങളും ചുമതലകളും ഒക്കെ ഉള്ളവരുണ്ടെങ്കിലും സ്ഥാനാർത്ഥിയാണ് ഒന്നാമത്. സ്ഥാനാർത്ഥി കഴിഞ്ഞേ മറ്റാരുമുള്ളൂ. അതുകൊണ്ടാണ് അദ്ദേഹം തന്നെ സംസാരിച്ചിട്ട് അടുത്ത പ്രവർത്തന മേഖലയിലേക്ക് പോകട്ടെ എന്ന് തീരുമാനിച്ചത്. എൻ്റെ ജോലി നല്ല തോതിൽ കുറഞ്ഞിരിക്കുകയാണ്. സഖാവ് മോഹനൻ മാസ്റ്ററുടെ പ്രസംഗം മിക്കവാറും കേരള രാഷ്ട്രീയവുമായും LDF ഗവൺമെൻറ്റിൻ്റെ വികസന പ്രവർത്തനങ്ങളുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ വളരെ ഭംഗിയായിട്ട് നിങ്ങളുടെ മുമ്പിൽ അവതരിപ്പിച്ചില്ലേ? തല കുലുക്കുന്നുണ്ടല്ലോ. ആ ഭാഗം നന്നായിട്ട് അവതരിപ്പിക്കപ്പെട്ട് കഴിഞ്ഞു. അതിനോട് കൂട്ടിച്ചേർക്കേണ്ട കാര്യങ്ങൾ വളരെ സംക്ഷിപ്തമായി എൻ്റെ ആത്മസുഹൃത്ത് ദേശീയ പ്രസ്ഥാനത്തിൻ്റെ ഉത്തമ മൂല്യങ്ങൾ കാസൂക്ഷിക്കുന്ന ഖദർധാരികൾ വളരെ കുറച്ചേ ഉള്ളൂ. അക്കൂട്ടത്തിൽപ്പെട്ട ആളാണ് ശ്രീ PM സുരേഷ് ബാബു. അദ്ദേഹവും
വളരെ ചുരുക്കി പ്രധാനപ്പെട്ട കാര്യങ്ങൾ പറഞ്ഞു. പക്ഷെ അദ്ദേഹത്തോട് എനിക്കൊരു പരിഭവവും വിയോജിപ്പും ഉണ്ട്. കുറച്ചു നേരം കൂടെ സംസാരിക്കേണ്ടതായിരുന്നു. അദ്ദേഹം വല്ലാതെ ചുരുക്കി കളഞ്ഞു. സ്ഥാനാർത്ഥി ജനപ്രതിനിധി എന്നുള്ള നിലയിൽ താൻ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെൻറ്റുമായി ഇടപെട്ട് ഈ പ്രദേശത്ത് ഈ മണ്ഡലത്തിൻ്റെ അതിർത്തിയിൽ എന്തൊക്കെ ചെയ്തു എന്നുള്ളതിൻ്റെ ഒരു നഖചിത്രം നിങ്ങളുടെ മുമ്പിൽ അവതരിപ്പിച്ചു. അദ്ദേഹം പ്രസംഗം അവസാനിപ്പിച്ചു വന്നപ്പോൾ ഞാൻ അദ്ദേഹത്തോട് പറഞ്ഞു, നിങ്ങളുടെ അവതരണം ഗംഭീരമാണ് എന്നല്ല ഞാൻ പറഞ്ഞത്, ഗംഭീരമല്ല, അതിഗംഭീരമാണ്. ഈ നിലയിൽ നിങ്ങൾ കാര്യങ്ങൾ അവതരിപ്പിച്ചാൽ മതി. ചുരുക്കി LDF ഗവൺമെൻറ്റിൻ്റെ ഭാഗമായി LDFൻ്റെ MLA എന്ന നിലയിൽ ഇവിടെ ചെയ്ത നാനാമുഖമായ വികസന പ്രവർത്തനങ്ങൾ. സാധാരണ ഇപ്പം എല്ലായിടത്തും കേൾക്കുന്ന ഒന്നാണ്, സമാനതകളില്ലാത്ത വികസനമാണ് കേരളത്തിൽ നടന്നത്. ചിലർ താരതമ്യപ്പെടുത്താൻ കഴിയാത്ത വികസനം കേരളത്തിൽ നടന്നു. അതിന് കിഫ്ബി പോലെയുള്ള സാമ്പത്തിക സജ്ജീകരണങ്ങൾ, അതിൻ്റെ വിപുലീകരണം നിങ്ങൾക്കറിയാം. കേരള ഇൻഫ്രാസ്ട്രക്ചർ ഇൻവെസ്റ്റ്മെൻറ്റ് ഫണ്ട് ബോർഡ്, ഒരു സ്വതന്ത്ര സ്ഥാപനം ഗവൺമെൻറ്റിൻ്റെ ആഭിമുഖ്യത്തിൽ, മുഖ്യമന്ത്രി ചെയർമാൻ, ധനകാര്യമന്ത്രി, പിന്നെ മുൻ ചീഫ് സെക്രട്ടറി മിസ്റ്റർ എബ്രഹാം. എനിക്ക് അദ്ദേഹത്തെ അറിയാം. 2006-2011 VS അച്യുതാനന്ദൻ ഗവൺമെൻറ്റിൻ്റെ കാലത്ത് വിദ്യാഭ്യാസ വകുപ്പ് കൈകാര്യം ചെയ്യേണ്ട ഒരു അവസ്ഥ, അതിന് യോഗ്യതയൊന്നും ഉണ്ടായിട്ടല്ല, പാർട്ടി തീരുമാനിച്ചാൽ നമ്മൾ പലതും ഏറ്റെടുക്കുമല്ലോ. അങ്ങനെ ഒന്ന് വിദ്യാഭ്യാസ വകുപ്പ് നോക്കേണ്ടി വന്നപ്പോൾ ഉന്നത വിദ്യാഭ്യാസ വകുപ്പിൻ്റെ സെക്രട്ടറി ആയിട്ട് എൻ്റെ ഒപ്പം പ്രവർത്തിച്ചിട്ടുള്ള ആളാണ് ഈ എബ്രഹാം. അതുകൊണ്ട് അദ്ദേഹത്തിൻ്റെ നൈപുണ്യം എനിക്കറിയാം. കൊല്ലം ഫാത്തിമ കോളേജിൽ ഞങ്ങൾക്കൊക്കെ ജൂനിയറായിട്ട്, ഞാൻ കൊല്ലം ഹസനിലാണ് പഠിച്ചത്, അദ്ദേഹം കൊല്ലത്ത് ഫാത്തിമ കോളേജിൽ പഠിച്ചതാണ്. സാമ്പത്തിക കാര്യങ്ങൾ മിടുമിടുക്കനാണ്, ചിട്ടയും കർക്കശയും എല്ലാം ഉള്ളതാണ്. അദ്ദേഹമാണ് അതിൻ്റെ ചീഫ് എക്സിക്യൂട്ടീവായിട്ട് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത് ഈ കിഫ്ബിയുടെ. ഇവിടെ നടന്ന വികസന പ്രവർത്തനങ്ങൾ ഉൾപ്പെടെ കിഫ്ബിയുടെ നേതൃത്വത്തിൽ 1,00,000 കോടി രൂപയുടെ വികസന സംരംഭങ്ങളാണ് ഒന്നുകിൽ പൂർത്തീകരിച്ചത്, അല്ലെങ്കിൽ പൂർത്തീകരണത്തിൻ്റെ വക്കിൽ എത്തി നിൽക്കുന്നത്. അതിൽ സ്കൂളുകൾ മെച്ചപ്പെടുത്താൻ നടത്തിയ പ്രവർത്തനം, ആശുപത്രികൾ മെച്ചപ്പെടുത്താൻ നടത്തിയ പ്രവർത്തനം. മെച്ചപ്പെടുത്തുക എന്ന് പറഞ്ഞാൽ എന്താ? പ്രാഥമിക ആരോഗ്യ കേന്ദ്രങ്ങൾ, ഒരു ഡോക്ടറും ഒക്കെയായി പ്രവർത്തിച്ചിരുന്നവ ഇവിടെ വിശദീകരിച്ചല്ലോ, ഓർമ്മിപ്പിക്കുകയാണ് ഞാൻ. അത് സാമൂഹ്യ ആരോഗ്യ കേന്ദ്രങ്ങളായി മാറുമ്പോൾ അവിടെ 3 ഡോക്ടർമാരും നഴ്സുമാരും ഫാർമസിസ്റ്റും മറ്റ് സൗകര്യങ്ങളും വരും. ഉച്ചവരെ ചികിത്സ കിട്ടിയിരുന്ന സ്ഥാനത്ത് വൈകുന്നേരം വരെ അവിടെ ചികിത്സ ഉണ്ടാവും, ആളുണ്ടാവും, ആളും അനക്കവും ഉണ്ടാവും. വലിയ മാറ്റമല്ലേ പൊതുജനാരോഗ്യ രംഗത്ത്? ഇതുപോലുള്ള മാറ്റങ്ങൾ ആരോഗ്യമേഖലയിൽ ആകെ ഉണ്ടായി ഈ കാലഘട്ടത്തിൽ. അത് നേരത്തെ മോഹനൻ മാസ്റ്റർ വിശദീകരിച്ചിട്ടുണ്ട്. നമ്മുടെ നാട്ടിലൊരു ചൊല്ലുണ്ട്, ചില കാര്യങ്ങൾ പറഞ്ഞാൽ തീരില്ല എന്നതിന്. തെക്കൻ കേരളത്തിലൊക്കെ പറയും, വടക്കൻ കേരളത്തിൽ പറയുമെന്ന് എനിക്കറിഞ്ഞൂടാ. 1000 നാവുള്ള അനന്തനും പറഞ്ഞു തീർക്കാൻ പറ്റില്ല. ഇവിടെയുണ്ടത്, ഇവിടെയുണ്ട്. അതുകൊണ്ട് കേരളത്തിൽ LDF ഗവൺമെൻറ്റിൻ്റെ നേതൃത്വത്തിൽ സഖാവ് പിണറായി വിജയൻ മുഖ്യമന്ത്രിയായിരുന്നു കൊണ്ട് ദൃഢനിശ്ചയത്തോടുകൂടി കാര്യക്ഷമമായി ചെയ്ത വലുതും ചെറുതുമായ കാര്യങ്ങൾ എല്ലാം പറയാൻ തുടങ്ങിക്കഴിഞ്ഞാൽ പറഞ്ഞു തീർക്കാൻ പറ്റില്ലല്ലോ. ഓരോ മേഖലയിലും അതുണ്ട്. ഇപ്പോൾ സ്കൂൾ വിദ്യാഭ്യാസം, ഞാൻ ഇത്തവണത്തിലെ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട പരിപാടികളിൽ ആദ്യം സംഭവിച്ചത് തിരുവനന്തപുരത്ത് പൂജപ്പുരയാണ്. പൂജപ്പുര എന്ന് പറഞ്ഞാൽ കുറച്ചു കാലം ഞാൻ താമസിച്ചിട്ടുള്ളൊരു സ്ഥലമാണ്. എവിടെയാണ് താമസിച്ചത്? പൂജപ്പുര സെൻട്രൽ ജയിലിൽ, അടിയന്തരാവസ്ഥക്കാലത്ത്. അപ്പോൾ പഴയ ഓർമ്മകളുള്ള
അവിടെ ഒരു യോഗം സഖാവ് ശിവൻകുട്ടിക്ക് വേണ്ടി. അവിടെ സംസാരിക്കുമ്പോൾ ഞാൻ പറഞ്ഞു, റോബോട്ടിക്സ് എന്ന് പറയുന്ന ആധുനിക ശാസ്ത്രത്തിലെ വളരെ വികസിച്ച ഒരു മേഖല, ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് എല്ലാം ഇതിൻ്റെ ഭാഗമായി വികസിപ്പിക്കപ്പെട്ടതാണ്. മക്കളെന്തൊക്കെ പഠിക്കുന്നുണ്ടെന്നുള്ള കാര്യം ഇവിടെ ഇരിക്കുന്നവർ, സ്കൂളിൽ പഠിക്കാൻ പോകുന്ന കുട്ടികളുടെ അച്ഛന്മാർ, അമ്മമാർ, മുത്തശ്ശന്മാരൊക്കെ ഉണ്ട്, അമ്മാവന്മാരൊക്കെ ഉണ്ട്. കുട്ടികളെ പഠനത്തിൽ സഹായിക്കുന്നവരും ഇവിടെ ഉണ്ടാവും. ഇപ്പം കേരളത്തിലെ സ്കൂൾ സിലബസിൽ റോബോട്ടിക്സും ഉൾപ്പെടുത്തപ്പെട്ടിരിക്കുന്നു. അത്തരത്തിൽ ശാസ്ത്ര സാങ്കേതിക രംഗത്ത് അതിദ്രുതം അനുസ്യൂതം സംഭവിച്ചുകൊണ്ടിരിക്കുന്ന പുരോഗതി, വളർച്ച, വികാസം, അതെല്ലാം നമ്മുടെ പുതിയ തലമുറയിൽപ്പെട്ട കുട്ടികൾക്ക് സ്കൂളുകളിൽ പഠിക്കാൻ പറ്റുന്ന വിധത്തിൽ നമ്മുടെ സിലബസും പുസ്തകങ്ങളും ആധുനീകരിച്ചുകൊണ്ടിരിക്കുന്നു. പുസ്തകങ്ങൾ വിദ്യാലയ വർഷം ആരംഭിക്കുന്നതിന് നേരത്തെ സ്കൂൾ അവധി, മധ്യവേനൽ അവധിക്ക് സ്കൂൾ അടയ്ക്കുന്നതിന് മുമ്പ്, ജൂണിലാണല്ലോ ഇനി തുറക്കുക, ഇപ്പോൾ അവധി ആരംഭിച്ചു, അപ്പം തന്നെ പാഠപുസ്തകം എത്തിക്കുകയാണ് സ്കൂളിൽ സൗജന്യമായിട്ടുള്ള പാഠപുസ്തക വിതരണം കുറേ കാലമായി തുടങ്ങിയിട്ടുണ്ട്. ഓണപ്പരീക്ഷയുടെ സമയത്തും പുസ്തകം എത്താത്ത അനുഭവമാണ് UDF ഭരണകാലത്ത്. അതാണ് താരതമ്യം ചെയ്യേണ്ടത്. ചില പത്രങ്ങളിലൊരു പരസ്യം വന്നു, പത്രം നോക്കിയിട്ട് ആളുകൾ ഞെട്ടിപ്പോയി ആദ്യം. എന്നിട്ട് പലരും വിമർശിച്ചു, ഇങ്ങനെ പരസ്യം കൊടുക്കാവൂ? എന്താ, പവർ കട്ട്, പാഠപുസ്തകം എത്തിയിട്ടില്ല, ചോദ്യപേപ്പർ ചോർച്ച. അതാണ് ആ വാർത്ത മുഴുവൻ വായിച്ചാൽ അതിൻ്റെ അടിയിൽ ഡേറ്റുണ്ട്, ഇതേത് കാലത്താണെന്ന്. UDF ഭരണകാലത്തുള്ള കാര്യങ്ങളാണ്. ഒരു പേജ് പരസ്യം അല്ലേ. എന്നോട് ചിലർ വിളിച്ചിട്ട്, സഖാവേ പുതിയ പരീക്ഷണങ്ങളൊക്കെ ആകാം, പക്ഷെ ഇങ്ങനെ ആകാമോ, ഇത് വലിയ ചർച്ചയായിരിക്കുകയാണ് എന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു, അതാണ് പരസ്യമെന്ന് പറഞ്ഞാൽ അത് ചർച്ചയാവണം, അപ്പോൾ അതിൻ്റെ ലക്ഷ്യം നേടിയിരിക്കുന്നു എന്നാണ് അതിൻ്റെ അർത്ഥം. അപ്പോൾ രണ്ട് കാലം, ഇരുളടഞ്ഞ ഒരു കാലം, വെളിച്ചത്തിലേക്ക് നീങ്ങിയ കാലം. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ ഈ വെളിച്ചത്തിൻ്റെ കാലത്ത് പലരും പറയുന്നത് എന്താ, ഈ വെളിച്ചത്തിന് എന്തൊരു വെളിച്ചം എന്നാണ്. ഈ വെളിച്ചത്തിന് എന്തൊരു വെളിച്ചം എന്നുള്ളത് മലയാളത്തിലെ പ്രസിദ്ധനായ ഒരു എഴുത്തുകാരൻ്റെ പ്രസിദ്ധമായ ഒരു ഗ്രന്ഥത്തിലെ ഒരു പ്രയോഗമാണ്. അത് ഏതാണെന്ന് ആരെങ്കിലും ഓർക്കുന്നുണ്ടോ? നിങ്ങളുടെ ഒരു പങ്കാളിത്തം വേണമല്ലോ, അതിന് വേണ്ടിയിട്ടാണ് ഇത് പറഞ്ഞു വന്നപ്പോൾ. എനിക്ക് ഓർക്കുന്നവർ കൈ ഉയർത്താം. മുഹമ്മദ് ബഷീറിൻ്റെ സഖാവൊന്ന് എണീറ്റോ, ഇങ്ങോട്ട് വാ, ഇങ്ങോട്ട് സ്റ്റേജിലേക്ക് വാ, ഇങ്ങോട്ടൊന്ന് വാ. ഒരു പറഞ്ഞത് ശരിയാണ്, ഉത്തരം ശരിയാണ്, ഇങ്ങോട്ട് വന്നോളൂ. എൻ്റെ ഉപ്പൂപ്പാക്കൊരാനയുണ്ടായിരുന്നു എന്ന ബഷീറിൻ്റെ, ഇങ്ങോട്ട് വാ, സ്റ്റേജിലേക്ക് വരേണ്ട ഒരാവശ്യമുണ്ട്. അതിൽ മുറിയടച്ച് ഇട്ടിരുന്ന അതിലെ കഥാനായിക അവസാനം മുറി തുറന്ന് പുറത്തു വരുമ്പോഴാണ് വെളിച്ചത്തിനെന്തൊരു വെളിച്ചം എന്നുള്ള ബഷീറിൻ്റെ ഒരു പ്രയോഗം, ഒരു ഒന്നൊന്നര പ്രയോഗമാണത്. എന്താ പേര്? രഘുനാഥനാണ്. പാർട്ടി അനുഭാവിയാണ്. അടുത്ത കാലത്ത് ഇവിടെ വന്നു, കൃഷിയൊക്കെ ആയിട്ട് അങ്ങനെ പോവുകയാണ്. അപ്പോൾ പുസ്തകങ്ങൾ വായിക്കും, അത് ഓർത്തു വെക്കും. അതാണ് അഭിനന്ദനം അർഹിക്കുന്ന കാര്യമാണ്. വേറെയും പലരും ഇത് ഓർത്തിട്ടുണ്ടാവും. ഞാനായിട്ട് പറയുന്നത് എന്തിനാണ്, ഇതിങ്ങാർക്ക് എന്താ പറ്റിയത്, ഇങ്ങനെയൊക്കെ ചോദ്യം ചോദിക്കാനാണോ, യോഗത്തിൽ വെറുതെ പ്രസംഗിച്ചിട്ട് പോയാൽ പോരെ എന്നൊക്കെ ആലോചിക്കുന്നവർ നിങ്ങളുടെ കൂട്ടത്തിലുണ്ടെന്ന് എനിക്കറിയാം. അപ്പോൾ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ ഭരണകാലത്ത് വ്യത്യസ്തമായ ഒരു വെളിച്ചം, പവർ കട്ടില്ല എന്നുള്ള വെളിച്ചം മാത്രമല്ല, പുതിയ പുതിയ മൂല്യങ്ങൾ, പുതിയ പുതിയ പരിവർത്തനങ്ങൾ. ജനങ്ങളുമായി മുഖ്യമന്ത്രി പല നിലയിൽ ഇടപെടുന്നില്ലേ? അതിനെതിരായിട്ടുള്ള പ്രതിഷേധം സംഘടിപ്പിച്ചവരുണ്ട്.
മുഖ്യമന്ത്രിയും മന്ത്രിമാരും ഒരു ബസ്സിനകത്ത് കയറി ഓരോ അസംബ്ലി മണ്ഡലത്തിലും ചെല്ലുകയാണ്. സാധാരണ ആളുകളെല്ലാം സെക്രട്ടേറിയറ്റിലേക്ക് പോവുകയാണ് തിരുവനന്തപുരത്ത്. അത് മാറി ഗവൺമെന്റ് ജനങ്ങളുടെ അടുത്തേക്ക് വരുന്നു. ഒരു വലിയ മാറ്റമല്ലേ? പുതിയൊരു ഭാവനയല്ലേ? അപ്പോൾ അങ്ങനെ വരാൻ വേണ്ടി തയ്യാറാക്കിയ ബസ്സിനെ കുറിച്ചായി ചർച്ച, ആക്ഷേപം. പിന്നെ അത് തടസ്സപ്പെടുത്താൻ ചെറുപ്പക്കാരെ അയക്കുകയാണ്. മുഖ്യമന്ത്രിയും മന്ത്രിമാരും ജനങ്ങളിലേക്ക് പോകുന്നത് എന്തിനാ ഇവർ തടസ്സപ്പെടുത്തുന്നത്? ജനങ്ങളുമായിട്ടുള്ള ബന്ധം ഒരു ഭരണം വിച്ഛേദിക്കുകയാണെങ്കിൽ അതിനെയല്ലേ ചോദ്യം ചെയ്യേണ്ടത്? ജനങ്ങളിലേക്ക് ഇറങ്ങിച്ചെല്ലാൻ പോയ ഗവൺമെന്റ് അങ്ങനെ ഞാൻ വിശദീകരിക്കുന്നില്ല. എല്ലാ നിലയിലും വ്യത്യസ്തമായൊരു ഗവൺമെന്റാണ്. എല്ലാ നിലയിലും വ്യത്യസ്തമായി ഈ ഗവൺമെന്റിന് ഈ നാട്ടിലെ ജനങ്ങളുടെ ക്ഷേമത്തിന് വേണ്ടിയും നാടിൻ്റെ വികാസത്തിനും പുരോഗതിക്കും വേണ്ടിയും ശ്രദ്ധാപൂർവം പ്രതിബദ്ധതയോടുകൂടി അഴിമതി വിമുക്തമായി ജനകീയമായി ജനക്ഷേമം, നാടിൻ്റെ വികസനം, ജനങ്ങൾക്കിടയിലുള്ള സാഹോദര്യം, വർഗീയ ലഹളകളും ചോരച്ചൊരിച്ചിലുകളും ഇല്ല, നിസ്സാരമായ കാര്യമല്ല. അങ്ങനെ പ്രവർത്തിക്കുന്നതിനിടയിൽ ജനക്ഷേമത്തെ മുൻനിർത്തിയിട്ടുള്ള വികസന സംരംഭങ്ങൾക്ക് നേതൃത്വം കൊടുത്ത ഈ ഗവൺമെന്റ്, ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ നേതൃത്വത്തിലുള്ള ഗവൺമെന്റ് ഭരണത്തോടൊപ്പം എന്തുകൂടി ചെയ്തു? സമരവും ചെയ്തിട്ടുണ്ട്. ഡൽഹിയിൽ മുഖ്യമന്ത്രിയുടെ നേതൃത്വത്തിൽ മന്ത്രിമാരും ജനപ്രതിനിധികളും ഒക്കെ പങ്കെടുത്തുകൊണ്ട് കേരളത്തോട് കേന്ദ്ര BJP ഗവൺമെന്റ് കാണിക്കുന്ന അവഗണനയ്ക്കെതിരായി ജന്തർ മന്ദറിലാണ് സമരം നടത്തിയത്. ഡൽഹി പോയിട്ടുള്ള ചിലർ ജന്തർ മന്ദറും കണ്ടിട്ടുണ്ടാകും. കാര്യം കേരള ഹൗസിൻ്റെ തൊട്ട് ചേർന്നിട്ടാണ് ജന്തർ മന്ദർ. ഞാൻ തമാശന് പറയും, ജന്തർ മന്ദർ കാ അന്തർ സുന്ദർ ബന്ദർ ഹേ എന്ന് പറയും. അതൊക്കെ ചില കളി തമാശ എന്ന് പറഞ്ഞാൽ അവിടെ പിണറായിയുടെ നേതൃത്വത്തിൽ കേരളത്തിലെ മന്ത്രിമാരും ജനപ്രതിനിധികളും പ്രതിഷേധ സമരം നടത്തി. അതിന് മുമ്പ് അങ്ങനെ ഒരു സമരം നടത്തിയിട്ടുള്ളത് VS അച്യുതാനന്ദൻ മുഖ്യമന്ത്രി ആയിരിക്കുമ്പോഴാണ്. അന്ന് ഞങ്ങളെല്ലാം പോയി സമരത്തിന്. അപ്പോൾ കേന്ദ്രത്തിൻ്റെ യൂണിയൻ ഗവൺമെൻറ്റിൻ്റെ, കേന്ദ്രം എന്നല്ല പറയേണ്ടത്, യൂണിയൻ ഗവൺമെൻറ്റിൻ്റെ അവഗണനകൾക്കെതിരായി പിണറായിയുടെ നേതൃത്വത്തിൽ നിന്ന് സമരം നടന്നപ്പോൾ ആം ആദ്മി പാർട്ടി നേതാവും ഡൽഹിയിലെ അന്നത്തെ മുഖ്യമന്ത്രിയുമായ കേജ്രിവാൾ അവിടെ വന്ന് പ്രസംഗിച്ചു. സമര കേന്ദ്രത്തിൽ വന്ന് ഫറൂഖ് അബ്ദുള്ള അന്ന് അവിടെ വന്ന് സംസാരിച്ചു. കപിൽ സിബാൽ മുൻ കേന്ദ്രമന്ത്രി, പ്രശസ്ത അഭിഭാഷകൻ, അദ്ദേഹം വന്ന് സംസാരിച്ചു. പഞ്ചാബിലെ മുഖ്യമന്ത്രി, ആം ആദ്മി പാർട്ടിയുടെ മുഖ്യമന്ത്രി ഇതാണ് മൻ, അദ്ദേഹം വന്ന് സംസാരിച്ചു. RJDയുടെ നേതാക്കന്മാർ, സമാജ്വാദി പാർട്ടിയുടെ നേതാക്കന്മാർ, DMKയുടെ മുഖ്യമന്ത്രി ശ്രീ സ്റ്റാലിൻ്റെ സന്ദേശം അവിടെ ദൃശ്യവൽക്കരിച്ചു. ഇതിൽ നിന്നെന്താ മനസ്സിലാക്കേണ്ടത്? ജനക്ഷേമ പ്രവർത്തനങ്ങൾ നടത്തുന്ന ഈ LDF ഗവൺമെൻറ് സംസ്ഥാനത്തിൻ്റെ അവകാശങ്ങൾ നിഷേധിക്കുന്ന BJP ഗവൺമെൻറ്റിൻ്റെ ചതിപ്രയോഗങ്ങൾക്കെതിരെ സംസ്ഥാനത്തിൻ്റെ അവകാശങ്ങൾ നേടിയെടുക്കാൻ വേണ്ടിയിട്ട് സമരത്തിലും ഏർപ്പെടുന്ന ഗവൺമെൻറ്റാണ് LDF ഗവൺമെൻറ്. അത് EMSൻ്റെയും സുന്ദരയ്യയുടെയും കാലത്ത് ആവിഷ്കരിച്ച കാഴ്ചപ്പാടാണ് ഭരണവും സമരവും. ഒരു പഞ്ചായത്തിൽ, ഒരു മുനിസിപ്പാലിറ്റിയിൽ, ജില്ലാ പഞ്ചായത്തിൽ, സംസ്ഥാന ഗവൺമെൻറ്റിൽ ഒക്കെ ചുമതല ഏറ്റെടുക്കാൻ അവസരം കിട്ടിയാൽ ആ
സന്ദർഭം ഉപയോഗിച്ചുകൊണ്ട് ജനക്ഷേമ പ്രവർത്തനങ്ങൾ നടത്തണം. എന്നാൽ ജനക്ഷേമ പ്രവർത്തനങ്ങൾ നടത്തുന്നതിന് ഇടങ്കോലിടുന്ന ഭരണവർഗ രാഷ്ട്രീയ പാർട്ടികളുടെയും മുകളിലുള്ള ഗവൺമെൻറ്റുകളുടെയും ജനാധിപത്യ വിരുദ്ധമായ വഞ്ചനാപരമായ ജനദ്രോഹ നയസമീപനങ്ങൾക്കെതിരെ പോരാടാനും തയ്യാറാകണം. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ നേതൃത്വത്തിലുള്ള ഭരണം ജനക്ഷേമത്തിന് വേണ്ടിയുള്ള പ്രവർത്തനങ്ങൾ നടത്തുന്നതോടൊപ്പം ജനങ്ങളുടെ അവകാശങ്ങൾ സംരക്ഷിക്കാൻ വേണ്ടിയുള്ള സമരത്തിലും ഏർപ്പെടുന്ന ഒരു രാഷ്ട്രീയ സമീപനമാണ്. എൻ്റെ അടുത്ത് ഇവിടുത്തെ സഖാവ് ഇടയ്ക്ക് പറഞ്ഞു, അല്ല, ജനാക്രോശ സമരത്തെക്കുറിച്ചുകൂടി ഇവിടെ സംസാരിക്കണം. അത് ഞാൻ കേട്ടില്ല, ചെവിക്ക് പ്രായമാകുമ്പോഴുള്ള കേടുണ്ട്. ഞാൻ ചോദിച്ചു, എന്താണ് സഖാവി? ജനാക്രോശ സമരം. ശരിയാണ്. ദേശാഭിമാനി വായിക്കുന്നവർ മറ്റു ചില പത്രങ്ങളിലും വന്നു, ഒരു ഫോട്ടോയൊക്കെ കൊടുത്തിട്ടൊരു റിപ്പോർട്ടുണ്ടായിരുന്നു. ഇടതുപക്ഷ വിരുദ്ധ സമീപനം പിന്തുടർന്ന ചില പത്രങ്ങൾക്കും അത് കണ്ടില്ലെന്ന് നടിക്കാൻ കഴിഞ്ഞില്ല. എന്തുകൊണ്ടാണ്? CPIM-ൻ്റെ കേന്ദ്ര കമ്മിറ്റി യോഗം ചേരുമ്പോൾ അവിടെ നമ്മുടെ മുമ്പിലുണ്ടായിരുന്ന അജണ്ട താമസിയാതെ പ്രഖ്യാപിക്കപ്പെടാൻ പോകുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പുകൾ കേരളത്തിലും തമിഴ്നാട്ടിലും പുതുച്ചേരിയിലും ബംഗാളിലും ആസാമിലും തെരഞ്ഞെടുപ്പ് നടക്കുന്നതിന് തയ്യാറെടുക്കുക. അത് ഫെബ്രുവരി, മാർച്ച്, ഏപ്രിൽ മാസങ്ങളായിട്ട് തെരഞ്ഞെടുപ്പിൻ്റെ കേളികൊട്ടായിരിക്കും, പ്രവർത്തനങ്ങളായിരിക്കും. അത് ചർച്ച ചെയ്യാൻ കൂടുമ്പോൾ തന്നെയാണ് പാർട്ടിയുടെ ശ്രദ്ധയിൽ ഒരു കാര്യം വന്നത്. നരേന്ദ്രമോദി ഗവൺമെൻറ് നമ്മുടെ നാട്ടിലെ ജനങ്ങൾക്കും തൊഴിലാളികൾക്കും പാവങ്ങൾക്കുമെതിരായി ഒന്നിനു പുറകെ ഒന്നായി സാമ്പത്തികമായ കടന്നാക്രമണങ്ങൾ, തൊഴിലാളി വിരുദ്ധമായിട്ടുള്ള, തൊഴിലാളികളെ അടിമകളാക്കാനുള്ള ലേബർ കോഡ്, അത് ഈ ഏപ്രിൽ 1-ാം തീയതി മുതൽ, ഇനിയിപ്പം ഇന്ന് 30-ആണ്, 31, ഏപ്രിൽ 1 മുതൽ നിലവിൽ വരാൻ പോവുകയാണ്. ലേബർ കോഡ് പ്രഖ്യാപിച്ചിരിക്കുകയാണ് കേന്ദ്രം, യൂണിയൻ ഗവൺമെൻറ്. പിന്നെ ഗ്രാമങ്ങളിലെ പാവപ്പെട്ട ജനങ്ങൾക്ക് തൊഴിലുറപ്പിലൂടെ ഒരു ചെറിയ പിടിവള്ളി ഉണ്ടായിരുന്നു, അല്ലേ? അൺസ്കിൽഡ്, വൈദഗ്ധ്യം ആവശ്യമില്ലാത്ത ജോലികൾ ചെയ്യാൻ ഞാൻ തയ്യാറാണെന്ന് പറഞ്ഞുകൊണ്ട് ചെന്നാൽ തൊഴിലുറപ്പ് നിയമമനുസരിച്ച്, പാർലമെൻറ്റ് പാസ്സാക്കിയ തൊഴിലുറപ്പ് നിയമമനുസരിച്ച് ഒന്നുകിൽ തൊഴിലും കൂലിയും, അതല്ലെങ്കിൽ തൊഴിൽ നൽകാൻ ഭരണ സംവിധാനത്തിന് കഴിഞ്ഞില്ലെങ്കിൽ സമാശ്വാസമായിട്ട് ഒരു തുക ഇത് കൊടുക്കാനുള്ളതാണ് കേന്ദ്രത്തിന്, അത് യൂണിയൻ ഗവൺമെൻറ്റിന് അതിൻ്റെ ഉത്തരവാദിത്വം നൽകിക്കൊണ്ടുള്ള നിയമം ഇടതുപക്ഷം പിന്താങ്ങിയ കാലത്ത് ഇന്ത്യൻ പാർലമെൻറ്റ് ചർച്ച ചെയ്ത് അംഗീകരിച്ചതാണ്. മഹാത്മാഗാന്ധി നാഷണൽ റൂറൽ എംപ്ലോയ്മെൻറ്റ് ഗ്യാരണ്ടി സ്കീം, മഹാത്മാഗാന്ധി ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതി. അത് അട്ടിമറിച്ചിരിക്കുന്നു ഇപ്പം മോഡി ഗവൺമെൻറ്. വലിയ പ്രശ്നമാണ്. അട്ടിമറിച്ചത് കള്ളം പറഞ്ഞുകൊണ്ടാണ്. 100 ദിവസത്തെ തൊഴിൽ 125 ദിവസം നൽകുന്നതാണെന്നൊക്കെ പറഞ്ഞുകൊണ്ട്. എന്നാൽ ഇത് തൊഴിൽ നൽകണോ വേണ്ടയോ, എവിടെ തൊഴിൽ നൽകണം എന്നെല്ലാം ഉള്ളത് ഡൽഹിയിലെ ഗവൺമെൻറ് തീരുമാനിക്കും. ഡൽഹിയിലെ ഗവൺമെൻറ് നോട്ടിഫൈ ചെയ്യുന്ന, ഡൽഹിയിലെ ഗവൺമെൻറ് വിജ്ഞാപനം പുറപ്പെടുവിക്കുന്നിടത്തേ ഈ തൊഴിലുറപ്പ് പദ്ധതി ഉണ്ടാവൂ. ഇങ്ങനെയാണ് എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം എന്താ? നേരത്തെ നിലവിലുണ്ടായിരുന്ന തൊഴിലുറപ്പ് പദ്ധതി ഇന്ത്യയിൽ എവിടെയും തൊഴിൽ ആവശ്യപ്പെടുന്നവർക്ക് തൊഴിൽ കൊടുക്കണം. ഇപ്പോഴോ മോഡി ഗവൺമെൻറ് പറയും കേരളത്തിൽ 2 ജില്ലകളിലേ ഇത് നടപ്പാക്കുന്നുള്ളൂ എന്ന് നോട്ടിഫൈ ചെയ്താൽ അവിടെയുള്ളൂ. തുടക്കത്തിൽ തന്നെ അവരങ്ങനെ ചെയ്യുമോ ഇല്ലയോ എന്നുള്ളത് രണ്ടാമത്തെ കാര്യമാണ്. ആ 2 ജില്ലയിൽ നിന്ന് തന്നെ പറഞ്ഞിട്ട് ഇപ്പോൾ വയനാട് ജില്ലയിൽ ഇത് നടത്താൻ തീരുമാനിക്കുന്നു, പക്ഷെ അവിടുത്തെ 2 ബ്ലോക്കിലേ ഇത് നടപ്പാക്കേണ്ടതുള്ളൂ എന്ന് നോട്ടിഫൈ ചെയ്താൽ അവിടെയുള്ളൂ. ഇത് വേറൊരിടത്തും ഞങ്ങൾക്ക് തൊഴിൽ തരണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് ജനങ്ങൾക്ക് ഭരണാധികാരികളുടെ മുമ്പിൽ പോകാൻ പറ്റും. അപ്പോൾ വലിയ തട്ടിപ്പാണ്, വലിയ വഞ്ചനയാണ്. ലേബർ കോഡ് ഇന്ത്യയിലെ തൊഴിലാളികളെ മുഴുവൻ അടിമകളാക്കി മാറ്റുന്ന, നൂറ്റാണ്ടുകൾക്ക് പിറകിലേക്ക്
തൊഴിൽ നിയമങ്ങൾ കൊണ്ടുപോവുകയാണ്. 8 മണിക്കൂറായി ജോലി സമയം ക്ലിപ്തപ്പെടുത്തണമെന്നുള്ള വ്യവസ്ഥ അത് മാറ്റി 12-14 മണിക്കൂർ തൊഴിലാളികളെ കൊണ്ട് പണിയെടുപ്പിക്കാം. ഈ ലേബർ കോഡ് വന്നാൽ അതിനെതിരെ സംഘടിക്കാനോ സമരം ചെയ്യാനോ അവകാശമില്ല. വലിയ ചതിവാണ് തൊഴിലാളികളോടും നാട്ടുമ്പുറത്തെ പട്ടിണിപ്പാവങ്ങളോടും തൊഴിലുറപ്പ് പദ്ധതിയെ ആശ്രയിച്ച് അല്പവരുമാനം ലഭിച്ചിരുന്ന പാവങ്ങൾക്കുമൊക്കെ നേരെ നരേന്ദ്രമോദി ഗവൺമെൻറ് പിന്തുടരുന്നത്. അപ്പോൾ ഇത് ചർച്ച ചെയ്തു പാർട്ടി. ഇതിനെതിരായിട്ട് സമരം ചെയ്യാതെ നമുക്കിരിക്കാൻ പറ്റില്ല. ഇലക്ഷനുണ്ട്, ഇലക്ഷൻ പ്രധാനമാണ്. അതുകൊണ്ട് CPIM കേന്ദ്ര കമ്മിറ്റി തീരുമാനിച്ചു ഈ വിഷയത്തിൽ തെരഞ്ഞെടുപ്പ് നടക്കുന്ന സംസ്ഥാനങ്ങളെ ഒഴിവാക്കുന്നു. മറ്റു സംസ്ഥാനങ്ങളിൽ ജമ്മു കാശ്മീർ മുതൽ ജാർഖണ്ഡ് വരെ, ഗുജറാത്ത് മുതൽ ഹിമാചൽ പ്രദേശും ഉത്തരാഖണ്ഡും ഛത്തീസ്ഗഡും വരെ, ബീഹാർ, UP, അങ്ങനെ ഇന്ത്യയിലെ 13 സംസ്ഥാനങ്ങളിൽ 33 ജാഥകൾ, ജൻ ആക്രോശ് ജാഥ എന്നാണ് അതിന്. അവിടെ ഹിന്ദിയും ഒക്കെയാണ് ഉത്തരേന്ത്യയിൽ. ജനാക്രോശ് എന്ന് പറഞ്ഞാൽ ജനരോഷം, ജനരോഷ ജാഥകൾ. CPIM പോളിറ്റ് ബ്യൂറോ അംഗങ്ങളും കേന്ദ്ര കമ്മിറ്റി അംഗങ്ങളും എല്ലാം അവർ പ്രവർത്തിച്ചുകൊണ്ടിരുന്ന ഓഫീസുകളിൽ നിന്നിറങ്ങി ജനമധ്യത്തിലേക്ക് പോയി. ലക്ഷക്കണക്കിന് മനുഷ്യരെ അവർ നേരിട്ട് കണ്ടു. പട്ടിണിപ്പാവങ്ങൾ താമസിക്കുന്ന ഗലികളിൽ, കുടിലുകളിൽ എല്ലാം ചെന്ന് അവരുടെ ഒപ്പം സമയം ചെലവിട്ടു. അവർക്ക് പറയാനുള്ളത് കേട്ടു, അവരോട് പറയാനുള്ളത് പറഞ്ഞു. അതിൻ്റെ പരിസമാപ്തി കുറിച്ചുകൊണ്ട് ഡൽഹിയിലെ രാംലീല മൈതാനിയിൽ ഇവിടെ കൂടിയിരിക്കുന്ന ഈ ചൂടിൽ, ഉച്ചച്ചൂടിൽ നിങ്ങൾ ക്ഷമാപൂർവ്വം ഇവിടെ ഇരിക്കുകയാണ്. അവിടെയും ഉച്ചച്ചൂട് കൂടുതലാണ് ഡൽഹിയിൽ. ഇതിൻ്റെ ഒരു 10-25 ഇരട്ടി മനുഷ്യർ, പാവപ്പെട്ട മനുഷ്യർ, ജമ്മു കാശ്മീർ മുതൽ ജാർഖണ്ഡ് വരെയുള്ള സംസ്ഥാനങ്ങളിൽ നിന്ന് അവരൊത്തുകൂടി. 10,000-കണക്കിന് ജനങ്ങൾ. അവർ മോഡിയോട് പറഞ്ഞു, കേന്ദ്ര ഭരണത്തോട് പറഞ്ഞു, തൊഴിലാളികളെ അടിമകളാക്കാൻ ഞങ്ങൾ സമ്മതിക്കില്ല. ഗ്രാമങ്ങളിലെ ദരിദ്രരെ ചൂഷണം ചെയ്യുന്ന വിധത്തിൽ തൊഴിലുറപ്പ് പദ്ധതി അട്ടിമറിക്കാൻ ഞങ്ങൾ അനുവദിക്കുകയില്ല. ഇത് കാർഷിക മേഖലയാണ്. വിത്ത് ബില്ല് കൊണ്ടുവരികയാണ് ഇവർ. എന്താണ്? കൃഷി ചെയ്യാൻ കൃഷിക്കാർക്ക് വിത്ത് വികസിപ്പിച്ചെടുത്ത് സൂക്ഷിക്കാനും എല്ലാം ഇപ്പോൾ അവകാശമുണ്ട്. അതിന്മേൽ നിയന്ത്രണം വരികയാണ് വിത്ത് ബില്ലിലൂടെ. വിദ്യുത് ശക്തി ബില്ല് വരികയാണ്. വിദ്യുത് ശക്തി മേഖല മുഴുവൻ സ്വകാര്യവൽക്കരിക്കാൻ പോവുകയാണ്. അങ്ങനെ സ്വകാര്യവൽക്കരിക്കപ്പെടുന്നതോടുകൂടി കാർഷിക ആവശ്യത്തിനുള്ള വിദ്യുത് ശക്തിക്ക് ഇപ്പോൾ ചില ഇളവുകളുണ്ടല്ലോ, അതെല്ലാം ഇല്ലാതാവും. അപ്പോൾ ഈ വിഷയം, ഈ ചെങ്കൊടി പ്രസ്ഥാനം ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ അവിഭാജ്യ ഭാഗമാണല്ലോ, നമ്മൾ ഏറ്റെടുത്തു. അപ്പോൾ ചിലർ ചോദിച്ചു, ഈ ഇലക്ഷൻ്റെ പ്രവർത്തനമൊക്കെ നടത്തേണ്ട സമയത്ത് നിങ്ങൾ ഈ ജനാക്രോശ ജാഥ നടത്തുന്നത് ശരിയാണോ? അപ്പോൾ നമ്മുടെ മറുപടി, തെരഞ്ഞെടുപ്പും പ്രധാനമാണ്, അതിൻ്റെ പ്രവർത്തനങ്ങളും നമ്മൾ ശ്രദ്ധിക്കും. അതേസമയം ഫാസിസ്റ്റ് സ്വഭാവമുള്ള RSS നിയന്ത്രിക്കുന്ന BJP ഗവൺമെൻറ് പാവപ്പെട്ടവർക്ക് നേരെ, വിദ്യുത് ശക്തി ഉപഭോക്താക്കൾക്കെല്ലാം എതിരായി കടന്നാക്രമണം നടത്തിയാൽ ആ കടന്നാക്രമണത്തെ തിരിച്ചടിക്കാൻ തെരഞ്ഞെടുപ്പ് പ്രവർത്തനം വേണ്ടിടത്ത് തെരഞ്ഞെടുപ്പ് പ്രവർത്തനം നടത്തുമ്പോൾ തെരഞ്ഞെടുപ്പില്ലാത്ത സംസ്ഥാനങ്ങളിലെ ജനങ്ങൾ, തൊഴിലാളികൾ, കൃഷിക്കാർ, കർഷക തൊഴിലാളികൾ അവരുടെ അവകാശങ്ങൾക്ക് വേണ്ടിയുള്ള പോരാട്ടവും നടത്തും. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ. ഈ വിഷയത്തിൽ കോൺഗ്രസ്, മല്ലികാർജുൻ ഖാർഗെയുടെയും രാഹുൽ ഗാന്ധിയുടെയും കോൺഗ്രസ് ഈ വിഷയങ്ങൾ എന്തെങ്കിലും ചെയ്യുന്നുണ്ടോ? ഇല്ല. അവരുടെ പരിഗണനയിൽ ഈ കാര്യങ്ങളൊന്നും വരുന്നില്ല. അവരുടെ മുൻഗണനയിൽ ഈ കാര്യങ്ങൾ വരുന്നില്ല. പക്ഷേ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയെയും കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തെയും സംബന്ധിച്ചിടത്തോളം തെരഞ്ഞെടുപ്പ് ജനങ്ങൾ പിന്തുണ നൽകി സംസ്ഥാന ഭരണ നേതൃത്വത്തിലോ ജില്ലാ ഭരണ നേതൃത്വത്തിലോ കോർപ്പറേഷൻ നേതൃത്വത്തിലോ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയെയും കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തെയും ചുമതല ഏൽപ്പിച്ചാൽ
ആ ചുമതലകൾ ഏറ്റെടുത്തുകൊണ്ട് സത്യസന്ധമായി അഴിമതിരഹിതമായി ജനക്ഷേമത്തിനും നാടിൻ്റെ പുരോഗതിക്കും വേണ്ടിയുള്ള പ്രവർത്തനങ്ങൾ നടത്തും. അതേസമയം തൊഴിലാളികളുടെയും കൃഷിക്കാരുടെയും കർഷക തൊഴിലാളികളുടെയും പട്ടികജാതി പട്ടികവർഗ വിഭാഗത്തിൽപ്പെട്ടവരുടെയും ന്യൂനപക്ഷങ്ങളുടെയും അവകാശം സംരക്ഷിക്കാൻ വേണ്ടിയിട്ടുള്ള ഇടപെടലുകളും പോരാട്ടങ്ങളും ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയും കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനവും ഏറ്റെടുത്ത് മുന്നോട്ട് കൊണ്ടുപോകും. ഇത് വളരെ വലിയൊരു വ്യത്യാസമാണ്. ഇത് വ്യത്യസ്തമായൊരു രാഷ്ട്രീയ പ്രവർത്തന സംസ്കാരമാണ്. ഇത് ഈ സന്ദർഭത്തിൽ പറയുന്നത് പ്രസക്തമാണ്. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഈ തെരഞ്ഞെടുപ്പിൽ LDF 10 വർഷക്കാലം ഇന്നാട്ടിലെ ജനങ്ങൾക്ക് വേണ്ടി എന്തു ചെയ്തു എന്നതാണ് ചർച്ചാ വിഷയമാക്കാൻ ആഗ്രഹിക്കുന്നത്. അതാണ് ഞങ്ങൾ പറഞ്ഞുകൊണ്ടിരുന്നത്. കുഞ്ഞമ്മദ് മാസ്റ്റർ ഇവിടെ സംസാരിച്ചല്ലോ, ഇവിടെ നടന്ന കാര്യങ്ങൾ. മോഹനൻ മാസ്റ്റർ പറഞ്ഞല്ലോ, കേരളത്തിലൊട്ടാകെ നടന്ന LDFൻ്റെ നേതൃത്വത്തിലുള്ള വികസന പ്രവർത്തനങ്ങൾ. ഇത് ഈ 10 വർഷക്കാലം അതിഗംഭീരമായ നേട്ടങ്ങളുണ്ടായി. എന്നാൽ ഇതിന് അടിത്തറയിട്ടത് 1957 EMS ഗവൺമെൻറ്റാണ്. ഇടതുപക്ഷത്തിന് ഇത്തരം കാര്യങ്ങളിലെല്ലാം വ്യത്യസ്തമായൊരു സമീപനമുണ്ട്. ഈ നാടിൻ്റെ പുരോഗതിക്ക് ഒന്നാമതായി വേണ്ടത് ഭൂപരിഷ്കരണമാണ്. ഇതാണ് 57 EMS ഗവൺമെൻറ് തുടക്കം കുറിച്ചത്. എന്നാൽ നമ്മൾ ഓർക്കണം, ഇപ്പോൾ വലിയ ജനാധിപത്യവാദികളായി നമ്മുടെ മുമ്പിൽ വന്ന് കൊണ്ട് സംസാരിക്കുന്ന കോൺഗ്രസിൻ്റെയും ലീഗിൻ്റെയൊക്കെ അനുഭാവികളുണ്ടെങ്കിൽ അവർ ഓർക്കണം, 57 തെരഞ്ഞെടുപ്പിൽ ഭൂരിപക്ഷം നേടി സംസ്ഥാന ഭരണത്തിൽ വന്ന EMS ഗവൺമെൻറ്റിനെ കാലാവധി പൂർത്തിയാക്കാൻ കോൺഗ്രസ്സുകാർ സമ്മതിച്ചോ? ഇവിടെ പ്രസക്തമായൊരു കാര്യമാണ്. ജനാധിപത്യവാദികളാണ് ഞങ്ങളെന്നെല്ലാം അവകാശപ്പെടുന്നവരോട് ചോദിക്കുകയാണ്. ആ ഗവൺമെൻറ് നമ്മുടെ കേരളീയരുടെ ജീവിതത്തിൽ പിന്നീട് എക്കാലവും സ്വാധീനം ചെലുത്തിയ, ഇപ്പോഴും സ്വാധീനം ചെലുത്തിക്കൊണ്ടിരിക്കുന്ന കാർഷിക പരിഷ്കരണത്തിന്, ഭൂപരിഷ്കരണത്തിന് തുടക്കം കുറിച്ചത് 57 EMS ഗവൺമെൻറ്റാണ്. കേരളത്തിന് മറ്റിന്ത്യൻ സംസ്ഥാനങ്ങളിൽ നിന്നും വ്യത്യസ്തമായി അഭിമാനപൂർവ്വം ഇന്ന് തലയുയർത്തി നിൽക്കാൻ കഴിയുന്നത് വിദ്യാഭ്യാസ മേഖലയിൽ കൈവരിക്കാൻ കഴിഞ്ഞ മുന്നേറ്റങ്ങളാണ്. അതിന് തുടക്കം കുറിച്ച വിദ്യാഭ്യാസ പരിഷ്കാരം, വിദ്യാഭ്യാസ ബില്ല്, സ്വകാര്യ മാനേജർമാരുടെ വിടാപ്പിടിയിൽ നിന്നും വിദ്യാഭ്യാസ മേഖലയെ ഒരു പരിധിവരെ മോചിപ്പിച്ച, അധ്യാപകര് മുമ്പ് നിങ്ങൾ ചിന്തി പറഞ്ഞു കേട്ടുണ്ടാവും, സ്കൂളിൽ പഠിപ്പിക്കുകയും വേണം, സ്കൂൾ മാനേജറുടെ വീട്ടിലെ തൊഴുത്ത് വൃത്തിയാക്കുന്നതും പശുവിനെ അഴിച്ചു കിട്ടുന്നതും പാല് കറന്നു കൊടുക്കുന്ന ഉൾപ്പെടെയുള്ള ജോലി അധ്യാപകർ ചെയ്യണമായിരുന്നു പണ്ട്. EMS ഗവൺമെൻറ്റിലെ വിദ്യാഭ്യാസ മന്ത്രിയായിരുന്ന പ്രഗത്ഭ വിദ്യാഭ്യാസ വിചക്ഷണനും സാഹിത്യ നിരൂപകനും ഒക്കെയായി മലയാള ഭാഷ ഉള്ളിടത്തോളം കാലം ഓർമ്മിക്കേണ്ട പ്രൊഫസർ ജോസഫ് മുണ്ടശ്ശേരിയായിരുന്നു വിദ്യാഭ്യാസ മന്ത്രി. അദ്ദേഹം അതിന് മാറ്റം വരുത്തി. അദ്ദേഹം അന്നൊരു പ്രയോഗം നടത്തി, അതും വലിയ ചർച്ചയായി. എന്താ? ഈ സ്വകാര്യ മാനേജർമാർക്ക് മൂക്ക് കയറിടാനാണ് ഈ വിദ്യാഭ്യാസ ബില്ല് കൊണ്ടുവന്നത്. ഒരു സാഹിത്യ പ്രയോഗമാണ്. അല്ല, ഇവരെ ഒന്ന് മാനേജർമാരെ ഒന്ന് നിയന്ത്രിച്ച് നിർത്തേണ്ടതുണ്ട്. അതിനാണ് മൂക്ക് കയർ. മൂക്ക് കയർ എവിടെയാണ് സാധാരണ ഇടാറുള്ളതെന്നൊക്കെ നമുക്കറിയാമല്ലോ. ആ EMS ഗവൺമെൻറ്റിന്, ആ ഗവൺമെൻറ് കൊണ്ടുവരുന്ന പുരോഗമനപരമായ പ്രവർത്തനങ്ങളെ പരിഗണിച്ച് ഈ ഗവൺമെൻറ് കാലാവധി പൂർത്തിയാക്കാൻ അനുവദിക്കപ്പെട്ടാൽ പ്രശ്നമാണ് എന്ന് പറഞ്ഞുകൊണ്ട് സകല ജാതിമതവർഗീയ ശക്തികളെയും അണിനിരത്തി കുപ്രസിദ്ധമായ വിമോചന സമരം എന്ന വിമോചന സമരാഭാസം. അതുകൊണ്ട് അങ്ങനെ വിമോചനം എന്ന് പറഞ്ഞാൽ സാധാരണതയിൽ നന്മയാണ്. മോചനം, മാറ്റം. ഇത് പുരോഗമനപരമായ കമ്മ്യൂണിസ്റ്റ് ഗവൺമെൻറ്റിൽ നിന്നും ജാതിമത വർഗീയ ശക്തികളുടെ ആധിപത്യത്തിലേക്കുള്ള അധോഗമനമാണ്, പിന്നോട്ട് പോക്കാണ് വിമോചന സമരം എന്ന് പറയുന്ന പരിപാടിയിലൂടെ അവർ ലക്ഷ്യം വെച്ചത്. ജാതിമത വർഗീയ ശക്തികൾ അതിൽ വിദേശ
അമേരിക്കൻ സാമ്രാജ്യത്വത്തിൻ്റെ CIA ഇടപെട്ടിരുന്നു, അമേരിക്കൻ ഡോളറും അതിൽ പങ്കുവഹിച്ചിരുന്നു. അതിന് തെളിവ് പിന്നീട് വന്നിട്ടുണ്ട്. ആ വിശദാംശങ്ങളിലേക്ക് ഞാൻ പോകുന്നില്ല സമയപരിമിതി മൂലം. ഇപ്പോൾ വലിയ ജനാധിപത്യവാദികളായി ആളുകളുടെ മുമ്പിൽ വന്നു നിന്ന് ജൽപ്പനം നടത്തുന്ന വിദ്വാൻമാർ, പ്രതിപക്ഷ നേതാവ് VD സതീശനും മറ്റുള്ളവരും ഇതിനെക്കുറിച്ച് ഒരു അക്ഷരം മിണ്ടാൻ പറ്റുമോ? അന്ന് വിമോചന സമരകാലത്ത് അമേരിക്കൻ ഡോളറടക്കം വന്നു എന്ന് അക്കാലത്ത് KSU നേതാക്കന്മാരായി പ്രവർത്തിച്ച് വളർന്നു വന്ന വയലാർ രവിയെ പോലുള്ളവർ തുറന്ന് സമ്മതിച്ചിട്ടുണ്ട് പിന്നീട് 1980-കളിൽ. ഇനി ഇടക്കാലത്തെക്കുറിച്ച് ഞാൻ പറയുന്നില്ല, ഇപ്പോഴത്തേക്ക് വരാം. ആ വിമോചന സമരാഭാസത്തിൻ്റെ ഒരു പുനരാവർത്തനത്തിനുള്ള ശ്രമമാണ് ഇന്ന് കേരളത്തിൽ നടക്കുന്നത്. എല്ലാ പിന്തിരിപ്പന്മാരെയും ഒരുമിച്ച് ചേർത്തുകൊണ്ട് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെന്റിനെ കുറിച്ച് കള്ളക്കഥകൾ പ്രചരിപ്പിച്ചുകൊണ്ട്. സഖാക്കളെ, ഞാൻ പറഞ്ഞു വന്നത് 1959 നടന്ന വിമോചന സമരമെന്ന് പറയുന്ന രാഷ്ട്രീയ അശ്ലീലം നിയമസഭയിൽ ഭൂരിപക്ഷമുള്ള ഒരു ഗവൺമെന്റിനെ ഡൽഹിയെ കൊണ്ട് അന്ന് പണ്ഡിറ്റ് നെഹ്റുവാണ് ഇന്ത്യയുടെ പ്രധാനമന്ത്രി. നെഹ്റുവിനെ കുറിച്ച് നമുക്കെല്ലാം വലിയ ആദരവാണ്. പക്ഷേ ആ ആദരവ് നിൽക്കുമ്പോൾ തന്നെ ജനാധിപത്യ വധത്തിൻ്റെ രക്തം അദ്ദേഹത്തിൻ്റെ കൈകളിൽ പുരണ്ടിരിപ്പുണ്ട്. 1959 അന്ന് ഇപ്പോൾ മല്ലികാർജുൻ ഖാർഗെ വഹിക്കുന്ന AICC അധ്യക്ഷൻ എന്നുള്ള പദവി ആർക്കായിരുന്നു? നെഹ്റു പ്രധാനമന്ത്രിയായിരിക്കുമ്പോൾ, ഈ വിമോചന സമരാഭാസം നടക്കുമ്പോൾ നെഹ്റുവിൻ്റെ പ്രിയപുത്രി ഇന്ദിരാ പ്രിയദർശിനിയായിരുന്നു കോൺഗ്രസിൻ്റെ AICC അധ്യക്ഷ. അപ്പോൾ അച്ഛൻ പ്രധാനമന്ത്രി, മകൾ AICC അധ്യക്ഷ. കേരളത്തിൽ വിമോചന സമരാഭാസത്തിൽ അമേരിക്കൻ CIA, അവരുടെ ഡോളർ, സാമ്രാജ്യത്വത്തിന് ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ, കേരളത്തിൻ്റെ രാഷ്ട്രീയത്തിൽ ഇടപെടാൻ അവസരം കൊടുത്തു. ഇപ്പം അമേരിക്കയുടെ ട്രംപ് ഇറാനിൽ പോയി ഇറാനിലെ ഭരണാധികാരികളെ ബോംബിട്ട് കൊല്ലുകയാണ്. അന്നങ്ങനെ കേരളത്തിലെ കമ്മ്യൂണിസ്റ്റ് തിരഞ്ഞെടുക്കപ്പെട്ട ഗവൺമെൻറ്റിനെ ബോംബ് ആക്രമണത്തിലൂടെ നശിപ്പിക്കാൻ എന്തായാലും അമേരിക്കയും പുറപ്പെട്ടില്ല, വിമോചന സമരാഭാസക്കാരും പുറപ്പെട്ടില്ല. പക്ഷേ ഏതാണ്ട് സമാനമായ ആ ഗവൺമെൻറ്റിനെ അക്രമാസക്തമായ സമരം അഴിച്ചുവിട്ടുകൊണ്ട് ആ ഗവൺമെൻറ്റിനെ അട്ടിമറിക്കാൻ ശ്രമിച്ചു. MLA-മാരെ വില കൊടുത്ത് വാങ്ങാൻ ശ്രമിച്ചു, കാലുമാറ്റിക്കാൻ ശ്രമിച്ചു. ചെറിയ ഭൂരിപക്ഷമേ ഉണ്ടായിരുന്നുള്ളൂ, 3-4 MLA-മാരുടെ ഭൂരിപക്ഷമേ ഉണ്ടായിരുന്നുള്ളൂ. അതെല്ലാം പരാജയപ്പെട്ടപ്പോൾ എന്ത് ചെയ്തു? ഭരണഘടനയുടെ അനുച്ഛേദം 356 ഉപയോഗിച്ചുകൊണ്ട് ഒരു സംസ്ഥാനത്തെ കാര്യങ്ങളെല്ലാം ഭരണഘടനാ വിരുദ്ധമായി തീർന്നാൽ കേന്ദ്ര യൂണിയൻ ഗവൺമെൻറ് ഇടപെടാം. ഇവിടെ ഭരണഘടനാ വിരുദ്ധമായിട്ടുള്ളത് അന്നത്തെ കോൺഗ്രസ്സുകാരും അവരുടെ കൂട്ടാളികളും വർഗീയ സാമുദായിക ശക്തികളും നടത്തിയ സമരാഭാസമാണ് ഭരണഘടനാ വിരുദ്ധമായിട്ടുള്ളത്. പക്ഷെ ഭൂരിപക്ഷമുണ്ടായിരുന്ന ഗവൺമെൻറ്റിനെ പിരിച്ചുവിട്ടു. യഥാർത്ഥത്തിൽ കേരളത്തിൻ്റെ രാഷ്ട്രീയ ചരിത്രത്തിൽ വർഗീയ ശക്തികളുമായിട്ടുള്ള ആദ്യത്തെ ഡീൽ അത് വിമോചന സമരത്തിലാണ് ഉണ്ടായത്. വിമോചന സമരത്തിൽ കോൺഗ്രസും വർഗീയ ശക്തികളും തമ്മിൽ ഡീലുണ്ടായി. കോൺഗ്രസും CIAയുമായും ഡീലുണ്ടാക്കി. അതിനുശേഷം മിസ്റ്റർ VD സതീശൻ, നിങ്ങൾ വീണ്ടും ഡീല് വർഗീയ ശക്തികളുമായിട്ടുണ്ടാക്കിയത് 3 വർഷം കഴിഞ്ഞ്, അഥവാ വിമോചന സമരാഭാസം 59-ലാണ്. ആ ഗവൺമെൻറ്റിനെ പിരിച്ചുവിട്ടപ്പോൾ ആ ഡീലിൻ്റെ ഒരു ആവിഷ്കാരമായിരുന്നു. 1 വർഷം കഴിഞ്ഞ് 1960-ലാണ് പിന്നെ കേരളത്തിൽ തെരഞ്ഞെടുപ്പ് നടക്കുന്നത്. കേരളമുണ്ടായിട്ട് ആദ്യം നടന്ന തെരഞ്ഞെടുപ്പ് 57-ൽ. പിന്നീട് EMS ഗവൺമെൻറ്റിൻ്റെ ജനാധിപത്യ വിരുദ്ധമായി ഡൽഹി ഭരണം ഇടപെട്ട് പിരിച്ചുവിട്ടതിനെ തുടർന്ന് പിന്നീട് തെരഞ്ഞെടുപ്പ് നടക്കുന്ന 1960-ൽ. ആ 1960-ൽ ജനസംഘം ആദ്യമായി കേരളത്തിൽ 4 സീറ്റിൽ മത്സരിക്കുന്നു എന്ന് അവർ പരസ്യമായി പ്രഖ്യാപിച്ചു. ദീനദയാൽ ഉപാധ്യായ ആണ്
ആ പ്രഖ്യാപനം നടത്തിയത്. അപ്പോൾ കോൺഗ്രസ്സുകാർ ജനസംഘത്തിൻ്റെ നേതാവ് ദീനദയാൽ ഉപാധ്യായെ കണ്ടിട്ട് പറഞ്ഞു, ജനസംഘത്തിൻ്റെ ലക്ഷ്യവും കേരളത്തിൽ കമ്മ്യൂണിസ്റ്റുകാരെ തോൽപ്പിക്കുക എന്നുള്ളതാണ്. ഞങ്ങൾ കോൺഗ്രസ്സുകാരുടെ ലക്ഷ്യവും കേരളത്തിൽ കമ്മ്യൂണിസ്റ്റുകാരെ തോൽപ്പിക്കുക എന്നുള്ളതാണ്. അതിൽ നമ്മൾ സഹകരിക്കണം. അതുകൊണ്ട് കേരളത്തിലെ കമ്മ്യൂണിസ്റ്റുകാരുടെ നേതാവ് മുൻ മുഖ്യമന്ത്രി EMS മത്സരിക്കുന്ന മണ്ഡലത്തിൽ നിങ്ങൾ ജനസംഘം സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിച്ചിരിക്കുന്നു. നിങ്ങൾ ബാക്കി 3 സ്ഥലത്ത് മത്സരിച്ചോളൂ. EMSൻ്റെ മണ്ഡലത്തിൽ നിങ്ങൾ ഒറ്റ സ്ഥാനാർത്ഥിയെ പാടുള്ളൂ. ഞങ്ങളുടെ കോൺഗ്രസ് സ്ഥാനാർത്ഥിയെ പിന്താങ്ങാൻ ജനസംഘത്തിൻ്റെ സ്ഥാനാർത്ഥിയെ പിൻവലിച്ച് സഹായിക്കണം എന്ന് കോൺഗ്രസ്സുകാർ ദീനദയാൽ ഉപാധ്യായോട്, ജനസംഘ നേതാവിനോട് അഭ്യർത്ഥിച്ചു. ആ അഭ്യർത്ഥന മാനിച്ചുകൊണ്ട് EMSനെതിരെ ജനസംഘം പ്രഖ്യാപിച്ച സ്ഥാനാർത്ഥിയെ പിൻവലിക്കുകയും EMSനെതിരായിട്ട് മത്സരിച്ച കോൺഗ്രസ് സ്ഥാനാർത്ഥിക്ക് ജനസംഘത്തിൻ്റെ പിന്തുണ പ്രഖ്യാപിക്കുകയും ചെയ്ത ചരിത്രം മിസ്റ്റർ VD സതീശൻ നിങ്ങൾക്ക് ഓർമ്മയുണ്ടോ? ഇതൊരു ഡീലായിരുന്നു അല്ലയോ? നിങ്ങൾ വിശദീകരിക്കണം. ഇപ്പോഴത്തെ കാര്യത്തിലേക്ക് ഞാൻ വരാം. ചരിത്രത്തിലെ ഒരു കാര്യം കൂടി ഞാൻ സൂചിപ്പിക്കാം. അത് ആധുനിക കേരളത്തിൻ്റെ സൃഷ്ടാവായ EMSനെ തെരഞ്ഞെടുപ്പിൽ തോൽപ്പിക്കാൻ ജനസംഘത്തെ ആശ്രയിച്ച കോൺഗ്രസ് അതിൽ പരാജയപ്പെട്ടു. അവിടെ EMS ജയിച്ചു 1960. പിന്നീട് 10 വർഷം കഴിഞ്ഞപ്പോൾ 1971 ലോക്സഭാ തെരഞ്ഞെടുപ്പ് നടക്കുമ്പോൾ പാലക്കാട് മത്സരിച്ചത് പാവങ്ങളുടെ പടത്തലവനായ സഖാവ് AKജിയാണ്. AKജിയെ തോൽപ്പിക്കാൻ വേണ്ടി RSSും കോൺഗ്രസും കൈകോർത്തു. പക്ഷേ EMSനെതിരായി കോൺഗ്രസ് സ്ഥാനാർത്ഥിയെ ജനസംഘം പിന്താങ്ങുകയാണ് ചെയ്തതെങ്കിൽ AKജിക്കെതിരായി ജനസംഘത്തിൻ്റെ സ്ഥാനാർത്ഥി മിസ്റ്റർ ഗോവിന്ദൻ, TC ഗോവിന്ദൻ എന്നോ മറ്റോ ആണ് ഇനിഷ്യല്, KT, പാലക്കാട് RSSൻ്റെ കാര്യവാഹകയായി AKജിക്കെതിരായി കോൺഗ്രസ് പിന്തുണയോടെ മത്സരിച്ച TC ഗോവിന്ദൻ ഒരു ഗോവിന്ദനാണ്. RSSൻ്റെ കാര്യവാഹക് AKജിക്കെതിരായി RSS കാര്യവാഹകനെ 1971 പാലക്കാട് മത്സരിപ്പിച്ചത് ഒരു ഡീലാണോ മിസ്റ്റർ VD സതീശൻ? നിങ്ങൾ വിശദീകരിക്കണം. എല്ലാ ദിവസവും പത്രസമ്മേളനം നടത്തുകയൊക്കെ ചെയ്യുന്നതാണ്. ഇതിനുശേഷം 1991 കാര്യം അറിഞ്ഞൂടെ നിങ്ങൾക്കിവിടെ? വടകരയല്ലേ KP ഉണ്ണികൃഷ്ണനെതിരായിട്ട് ലീഗും കോൺഗ്രസും BJPയും അഡ്വക്കേറ്റ് രത്നസിംഗിനെ പിന്താങ്ങിയത് 1991. നമ്മുടെ LDF സ്ഥാനാർത്ഥി KP ഉണ്ണികൃഷ്ണൻ. ആ 91 തന്നെയല്ലേ ഈ കോഴിക്കോട് ജില്ലയിലെ ബേപ്പൂരിൽ RSSകാരനും വിശ്വ ഹിന്ദു പരിഷത്ത് നേതാവുമായ ഡോക്ടർ മാധവൻകുട്ടിയെ ലീഗും കോൺഗ്രസും BJPയും ചേർന്ന് പിന്താങ്ങിയത്? അവിടെ RSSകാരനായ പൊതു സ്ഥാനാർത്ഥി ഡോക്ടർ മാധവൻകുട്ടിക്ക് വോട്ട് പിടിക്കാൻ വന്ന മുസ്ലിം ലീഗ് നേതാവ് പറഞ്ഞത് ഈ മാധവൻകുട്ടി നമ്മുടെ തന്നെ കുട്ടിയാണ് എന്നാണ്. കുഞ്ഞാലിക്കുട്ടി ഇരിപ്പുണ്ടായിരുന്നു ആ വേദിയിൽ. ഇതൊക്കെ ചരിത്രത്തിൻ്റെ ഭാഗമല്ലേ? മിസ്റ്റർ VD സതീശൻ 1991 ഡീൽ നിങ്ങൾ മറന്നുപോയോ? പിന്നെ കേരള നിയമസഭയിൽ ആദ്യമായി ഒരു BJP RSSകാരനാണ് ശ്രീ O രാജഗോപാൽ. അദ്ദേഹത്തിന് നിങ്ങളുടെ ഡീലിലൂടെയല്ലേ നിയമത്തിൽ നിന്ന് വരാൻ കഴിഞ്ഞത്? ആ RSSൻ്റെ MLAയുടെ അക്കൗണ്ട് പൂട്ടിക്കും എന്ന് പറഞ്ഞത് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയല്ലേ? മുഖ്യമന്ത്രി സഖാവ് പിണറായി അല്ലേ? സഖാവ് ശിവൻകുട്ടിയല്ലേ അരിവാൾ ചുറ്റിക നക്ഷത്രം ചിഹ്നത്തിൽ മത്സരിച്ചുകൊണ്ട് ആ ഡീൽ പൂട്ടിച്ചത്, അക്കൗണ്ട് പൂട്ടിച്ചത്? ഇതാണ് ചരിത്രം. ഈ ചരിത്ര വസ്തുതകൾ കേരളീയ ജനങ്ങളുടെ മനസ്സിലുണ്ട്, ഓർമ്മയിലുണ്ട്. അതുകൊണ്ട് ഈ തെരഞ്ഞെടുപ്പിൻ്റെ മധ്യത്തിൽ നിന്നുകൊണ്ട് നിങ്ങൾ ഡീൽ എന്ന് നിങ്ങൾ പ്രചരിപ്പിക്കുന്നു. അത് പ്രചരിപ്പിക്കുന്നത് നന്നാവും എന്നാണ് ഇവരുടെ രാഷ്ട്രീയ ഉപദേഷ്ടാക്കൾ. കേരളത്തിലെ UDFൻ്റെ രാഷ്ട്രീയ ഉപദേഷ്ടാക്കൾ ആരാണ്? രാഹുൽ ഗാന്ധിയോ മല്ലികാർജുൻ ഖാർഗെയോ ആണോ? അല്ല. ആരാണ്? കനുഗോലുവാണ്. ഈ കനുഗോലു ആരാണ്?
2014 BJPയുടെ നേതാവായി ആ തെരഞ്ഞെടുപ്പിൽ ഇന്ത്യയുടെ പ്രധാനമന്ത്രി സ്ഥാനത്തേക്ക് RSSും BJPയും ചേർന്ന് തീരുമാനിച്ച നരേന്ദ്രമോദിയെ അണിയിച്ചൊരുക്കി തെരഞ്ഞെടുപ്പിൽ ജയിക്കാൻ ഏതുതരം കള്ളവാഗ്ദാനങ്ങളും ജനങ്ങൾക്ക് നൽകണം എന്ന് പഠിപ്പിച്ച് നരേന്ദ്രമോദിയെ 2014 തെരഞ്ഞെടുപ്പ് ഗോതയിൽ ഇറക്കിയ 2 പേരുണ്ട്. അതിലൊരാളാണ് കനുഗോലു. കനുഗോലുവിനോടൊപ്പം കനുഗോലുവിൻ്റെ ജ്യേഷ്ഠനും ഉണ്ടായിരുന്നു. ആ ജ്യേഷ്ഠൻ്റെ പേരറിയുമോ? ഓർമ്മയുണ്ടോ ആൾക്ക്? പ്രശാന്ത് കിഷോർ. അവരാണ് പറഞ്ഞു കൊടുത്തത്, ജനങ്ങളോട് പറയണം, കോൺഗ്രസ് ഭരണകാലത്ത് ഇന്ത്യയിൽ നിന്നും ലക്ഷക്കണക്കിന് കോടി രൂപ തട്ടിച്ച് വെട്ടിച്ച് വിദേശ ബാങ്കുകളിൽ കൊണ്ട് നിക്ഷേപിച്ചിട്ടുണ്ട്. നരേന്ദ്രമോദി പ്രധാനമന്ത്രിയായാൽ ഇതെല്ലാം വിദേശ ബാങ്കുകളിൽ നിന്ന് പിടിച്ചെടുത്ത് ഓരോ ഇന്ത്യൻ പൗരൻ്റെയും പൗരിയുടെയും അക്കൗണ്ടിലേക്ക് 15 ലക്ഷം രൂപ വീതം നിങ്ങളുടെ ബാങ്ക് അക്കൗണ്ടിലേക്ക് വരും. ഇതാണ് മോഡി പ്രചരിപ്പിച്ചത് 2014 തെരഞ്ഞെടുപ്പിൽ. അതുപോലെ പല വാഗ്ദാനങ്ങളും. അപ്പോൾ നരേന്ദ്രമോദി ഇത് കരാറ് പണി കൊടുക്കുകയാണ് ചെയ്തത്. ജനങ്ങളെ പറ്റിക്കാൻ പറ്റിയ നല്ല വാഗ്ദാനങ്ങൾ തയ്യാറാക്കി കൊടുക്കാൻ. ആ നരേന്ദ്രമോദിയുടെ ടീമിലെ ഒരാളായ കനഗോലുവാണ് ഇന്നിപ്പോൾ കേരളത്തിലെ UDFന് ജനങ്ങളെ പറ്റിക്കാനുള്ള ഇതുപോലുള്ള കപട വാഗ്ദാനങ്ങൾ തയ്യാറാക്കി രൂപപ്പെടുത്തി വശ്യമായി പ്രലോഭനീയമായി അവതരിപ്പിക്കുന്നതിന് സഹായിക്കുന്നത്. വയനാട്ടിൽ വെച്ച് ഇവരൊരു ശില്പശാല നടത്തിയില്ലേ KPCCയുടെ നേതൃത്വത്തിൽ? അവിടെ ഉണ്ടായിരുന്നു ഈ കനഗോലു. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ. ഇത്രയും കാലത്തെ പാരമ്പര്യമുള്ള ഒരു പാർട്ടി, മഹാത്മാഗാന്ധിയൊക്കെ നയിച്ചിട്ടുള്ളൊരു പാർട്ടി, അതിൻ്റെ ഇന്നത്തെ അവസ്ഥ എന്താണ്? കരാറ് പണിക്കാരെ കള്ളമുദ്രാവാക്യം തയ്യാറാക്കി തരാൻ വേണ്ടി ഏൽപ്പിക്കുക, പ്രചരണം സംഘടിപ്പിക്കാൻ വേണ്ടി ഏൽപ്പിക്കുക. അപ്പോൾ അവർ പറഞ്ഞു കൊടുത്തു BJPയുമായി ഡീൽ ഉണ്ടെന്ന് കാച്ചേക്കുക. ഇവർ പറഞ്ഞു കൊടുക്കുന്നതെല്ലാം അടിച്ചുവിടാൻ VD സതീശനും രമേശ് ചെന്നിത്തലയും സണ്ണി ജോസഫും K സുധാകരനും ഒക്കെ പുറപ്പെടുന്നതിനകത്ത് നമുക്ക് അത്ഭുതമില്ല. ഈ ഡീലെന്ന് പറയുന്ന K സുധാകരൻ പറയണം, അദ്ദേഹം തന്നെ പറഞ്ഞു RSSൻ്റെ പരിശീലനത്തിന് ഞങ്ങൾ കാവൽ നിന്ന് കൊടുത്തിട്ടുണ്ട് എന്ന് അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്. അത് ഡീലിൻ്റെ ഭാഗമാണോ എന്ന് അദ്ദേഹം വിശദീകരിക്കുമെന്നുള്ളത് എനിക്ക് അറിഞ്ഞുകൂടാ. VD സതീശന് അതിനെക്കുറിച്ച് എന്ത് പറയുമെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. അവർ തമ്മിത്താൻ പരസ്യമായ ആളുകളുടെ മുമ്പിൽ നിന്ന് പരസ്പരം എങ്ങനെയാണ് സംബോധന ചെയ്യുന്നത് തുടങ്ങിയ കാര്യങ്ങളൊന്നും നമുക്ക് ചർച്ചാ വിഷയമാക്കാൻ പറ്റില്ല. അതിലേക്കൊന്നും ഞാൻ കിടക്കുന്നില്ല. പക്ഷേ കനഗോലു ഇത്തരമൊരു അടിസ്ഥാനരഹിതമായ കെട്ടുകഥ VD സതീശനെ കൊണ്ട് പറയിച്ചത് മനസ്സിലാക്കാം. പക്ഷെ അത് VD സതീശനും KC വേണുഗോപാലും മല്ലികാർജുൻ ഖാർഗെയെ കൊണ്ടും രാഹുൽ ഗാന്ധിയെ കൊണ്ടും കൂടി പറയിച്ചത് അല്പം മോശമാണെന്നാണ് എനിക്ക് തോന്നുന്നത്. നുണ പറയുന്നതിൽ കേരളത്തിലെ കോൺഗ്രസ് നേതാക്കന്മാർ മത്സരിച്ചാൽ നമുക്ക് പരാതിയില്ല. കാര്യം അത് അവരുടെ ശീലമാണ്. നിങ്ങളുടെ അഖിലേന്ത്യാ നേതാക്കന്മാരെ കൊണ്ടുകൂടി നുണ പറയിക്കുക എന്ന് പറയുന്നത് നിങ്ങളുടെ നിലവാരത്തിലേക്ക് നിങ്ങളുടെ അഖിലേന്ത്യാ നേതാക്കന്മാരെ വലിച്ചു താഴ്ത്തിക്കൊണ്ടുവരികയാണ് എന്ന കാര്യമെങ്കിലും സതീശനും സണ്ണി ജോസഫും സുധാകരനും രമേശ് ചെന്നിത്തലയും KC വേണുഗോപാലും മനസ്സിലാക്കണം. ഈ ആരോപണം, ഈ കെട്ടുകഥ ഇവരുന്നയിക്കാനുള്ള കാരണം, ഒന്ന്, നമ്മുടെ നാടിൻ്റെ വികസന പ്രവർത്തനങ്ങളുണ്ടല്ലോ, ഇവിടെ നടന്ന കാര്യങ്ങളും നടന്നുകൊണ്ടിരിക്കുന്ന കാര്യങ്ങളും, അതിനെ മുൻനിർത്തി ജനങ്ങൾ ചർച്ച ചെയ്താൽ LDFന് അനുകൂലമായി ജനങ്ങൾക്ക് ചിന്തിക്കാൻ പറ്റൂ. അപ്പോൾ നാടിൻ്റെ വികസനവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിൽ നിന്നും ചർച്ചയെ മാറ്റണം. അതിനാണ് ഈ വർഗീയ ശക്തികളുമായിട്ട് ഡീലുണ്ട് എന്ന ഒരു വിഷയം, ഒരു കെട്ടുകഥ ഇവർ അവതരിപ്പിക്കുന്നു. അതാണ് ഒന്നാമത്തെ കാരണം. രണ്ടാമത്തെ കാരണം, കേരളത്തിനൊരു മതനിരപേക്ഷ മനസ്സുണ്ട്. വർഗീയതയെ തള്ളിക്കളയുന്ന ജനങ്ങളാണ് കേരളത്തിലുള്ളത്. അതുപോലെ തന്നെ മതനിരപേക്ഷത കേരളത്തിൻ്റെ മനസ്സിലുള്ളതുപോലെ തന്നെ ഫാസിസ്റ്റ് RSSൻ്റെ ഭീഷണിയെ സംബന്ധിച്ച് ഉത്കണ്ഠയുള്ള മതന്യൂനപക്ഷങ്ങൾ
കേരളത്തിലെ ജനസംഖ്യയിൽ നല്ലൊരു ഭാഗം വരും, 40% വരും. അപ്പം മതനിരപേക്ഷ മനസ്സിനെയും RSS ഫാസത്തെക്കുറിച്ച് ഉത്കണ്ഠയുള്ള ന്യൂനപക്ഷ മനസ്സിനെയും ആകർഷിക്കാനോ ഏറ്റവും ചുരുങ്ങിയത് അവരിൽ ആശയക്കുഴപ്പമെങ്കിലും ഉണ്ടാക്കാനോ ഇത്തരമൊരു പ്രചരണത്തിലൂടെ കഴിയും. അതാണ് രണ്ടാമത്തെ കാരണം ഇങ്ങനൊരു ആരോപണം ഉന്നയിക്കാൻ. മൂന്നാമത്തെ കാരണം, ഈ വർഗീയ ശക്തികളുമായിട്ടെല്ലാം തങ്ങൾ ഉറപ്പിച്ചിട്ടുള്ള ഡീലിൽ നിന്നും ശ്രദ്ധ തിരിച്ചു വിടാൻ കഴിയും ഇത്തരം ആരോപണം ഉന്നയിച്ചുകൊണ്ട്. ഇതാണ് യാഥാർത്ഥ്യം. ഇത് തിരിച്ചറിയാൻ തക്ക രാഷ്ട്രീയ സാക്ഷരതയുള്ള ജനങ്ങളാണ് കേരളത്തിലെ ജനങ്ങൾ. അതുകൊണ്ട് നമ്മുടെ ജോലി വളരെ പ്രധാനപ്പെട്ടതാണ്. കുഞ്ഞഹമ്മദ് മാസ്റ്റർ സംസാരിക്കുമ്പോൾ ഗംഭീരമായിട്ടുള്ള ആ സംഭാഷണത്തിനിടയിൽ അവസാനം പറഞ്ഞ ഒരു കാര്യമുണ്ട്. അതിൽ ചെറിയൊരു ഭേദഗതി ഞാൻ വരുത്തുകയാണ്. എന്താ അത്? ഇനി മുതൽ എല്ലാ ആളുകളെയും കണ്ട് നമ്മൾ ഈ വസ്തുതകൾ പറയണം ഇന്ന് മുതൽ എന്ന് പറഞ്ഞു. ഇന്ന് മുതലല്ല, ഇന്നലെയും നിങ്ങളത് ചെയ്തുകൊണ്ടിരിക്കുന്നവരാണ്. ഈ കുറേ ദിവസങ്ങളായിട്ട് അത് അദ്ദേഹത്തിനും അറിയാം, പറഞ്ഞപ്പോൾ അങ്ങനെ ആയെന്ന് മാത്രമേ ഉള്ളൂ. അപ്പോൾ ഇതുവരെ നിങ്ങൾ ചെയ്തുകൊണ്ടിരുന്നതിനേക്കാൾ വ്യാപ്തിയിൽ നമ്മുടെ പ്രവർത്തനം ഏറ്റെടുക്കണം. കാരണം ഞാൻ അവൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുമ്പോൾ ഒരു കാര്യം നിങ്ങളെ ഓർമ്മിപ്പിക്കുകയാണ്. പലതരത്തിലുള്ള കള്ളത്തരങ്ങളാണ് പ്രചരിപ്പിക്കുന്നത്. ഒന്ന്, ഈ 2000 രൂപയുടെ ക്ഷേമ പെൻഷൻ, അതിനെക്കുറിച്ച് ചില BJP-ക്കാർ പോയി വീടുകളിൽ പറയുന്നത് എന്താ? അല്ല, മോഡിജി അയച്ചാൽ 2000 രൂപ കിട്ടിയല്ലോ എന്നാണ്. ഇല്ലേ? അങ്ങനെയില്ലേ? ഉണ്ട്. കോൺഗ്രസ്സുകാരും ചിലയിടത്ത് എന്ന് പറയുന്നുണ്ട്, ഞങ്ങൾ ഏർപ്പെടുത്തിയിട്ടുള്ള ആ 2000 രൂപ അത് വന്നിട്ടുണ്ടാവുമല്ലോ. രാഷ്ട്രീയ സാക്ഷരത കേരളത്തിലുണ്ടെങ്കിലും തെറ്റിദ്ധരിക്കപ്പെടാൻ ഇടയുള്ള ചിലരുണ്ട്. വേറൊരു ഉദാഹരണമുണ്ട്. ഏതോ ഒരു സഹോദരി പറഞ്ഞു, എല്ലാം കൊള്ളാം, കാര്യങ്ങൾ പൊതുവിൽ കൊള്ളാം, പക്ഷേ മുഖ്യമന്ത്രി ഒരു കുഴപ്പം പിടിച്ച ആളിനെ കാറിൽ കയറ്റിക്കൊണ്ടുപോയി, അത് ശരിയായില്ല എന്ന് പറഞ്ഞു. ഇത് കേട്ട ആൾ ചോദിച്ചു, കുഴപ്പം പിടിച്ച ആളാരാ? അതെനിക്കറിഞ്ഞൂടാ. അയാളുടെ കുഴപ്പം എന്താ? അത് പറഞ്ഞുകൂടാ. അപ്പോൾ ഇങ്ങനെ പ്രചരിപ്പിക്കുകയാണ്. നമുക്കറിയാം ആരെക്കുറിച്ചാണെന്ന്. ഇപ്പോൾ ഒരുമിച്ച് ഒരു സ്ഥലത്ത് നിന്ന് പോകുമ്പം ചെറിയൊരു ദൂരം നമുക്ക് ചില കാര്യങ്ങളിൽ വിമർശനമുള്ള ഒരാൾ അങ്ങോട്ടല്ലേ പോകുന്നു, ഞാനും അവിടം വരെ കയറട്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, അതൊന്നും പറ്റത്തില്ല, നിങ്ങൾ മാറി നിൽക്ക്. അങ്ങനെ പറഞ്ഞിരുന്നെങ്കിൽ അതാകുമായിരുന്നു ചർച്ചാ വിഷയം. എന്താണ്? ഈ പ്രധാനപ്പെട്ട ഒരു സാമുദായിക സംഘടനയുടെ ആള് ചെറിയൊരു ദൂരം മുഖ്യമന്ത്രിയുടെ കാറിലൊന്ന് കയറിക്കോട്ടോ എന്ന് ചോദിച്ചപ്പോൾ ധാർഷ്ട്യത്തോടുകൂടി ആ ആളെ അകറ്റി നിർത്തി. അങ്ങനെ ചർച്ച നടന്നേനെ. ഈ പറഞ്ഞ ആള് അതൊരു നിസ്സാര കാര്യമല്ലേ? പിണറായി വിജയനെ നിങ്ങൾക്ക് പലർക്കും അറിയാമല്ലോ. പാർട്ടിയുടെ രാഷ്ട്രീയ നിലപാടിൽ നിന്ന് കടുകിട വ്യതിചലിക്കാത്ത ആളാണ്. നിശ്ചയദാർഢ്യം, ഇച്ഛാശക്തി, അതിലൊന്നും ഒരു ഒത്തുതീർപ്പും വരുത്തുന്നയാളല്ല. CPIM-ന്റെ പോളിറ്റ് ബ്യൂറോ അംഗം കൂടിയായ, കേരളത്തിലെ കമ്മ്യൂണിസ്റ്റ് മാർക്സിസ്റ്റുകാരുടെ ചരിത്രത്തിൽ ഏറ്റവും കൂടുതൽ കാലം സംസ്ഥാന സെക്രട്ടറി ആയിട്ടിരുന്നിട്ടുള്ള ആളുകളിൽ ഒരാളാണ്. മന്ത്രിയായി, നയനാർ ഗവൺമെൻറ്റിൽ മന്ത്രിയായി പ്രവർത്തിച്ചുകൊണ്ടിരുന്നപ്പോൾ സഖാവ് ചടയൻ ഗോവിന്ദൻ മരിച്ചു. സഖാവ് ചടയനായിരുന്നു സെക്രട്ടറി. അപ്പോൾ സഖാവ് ചടയൻ മരിച്ചപ്പോൾ പാർട്ടിയുടെ സംസ്ഥാന സെക്രട്ടറി സ്ഥാനം ആര് ഏറ്റെടുക്കണം എന്ന ചർച്ച നടന്നു. അന്ന് പാർട്ടിയുടെ ഒരു കേന്ദ്ര കമ്മിറ്റി മെമ്പറായിരുന്ന എനിക്കും അത് ഓർമ്മയുണ്ട്. കേന്ദ്ര കമ്മിറ്റി മെമ്പർമാരെല്ലാം തമ്മിലാണ് ആദ്യം പ്രാഥമികമായ ചർച്ച നടത്തുക. അപ്പോൾ സഖാവ് പിണറായിയുടെ സംഘടനാപരമായ കഴിവുകളെക്കുറിച്ച് അറിയാവുന്നത് കൊണ്ട്, പക്ഷെ മന്ത്രിയായിരിക്കുന്ന ഒരാളോട് അത് മാറി പാർട്ടി ചുമതല ഏറ്റെടുക്കണമെന്ന് പറഞ്ഞാൽ അതെങ്ങനെയാണ്? നമുക്കറിയാം, KPCC പ്രസിഡന്റ് സ്ഥാനം രാജിവെച്ചിട്ട് മന്ത്രിയായി സത്യപ്രതിജ്ഞ ചെയ്തതും തെരഞ്ഞെടുപ്പിൽ മത്സരിച്ച് തോറ്റതും ഒക്കെ നമുക്ക് ഓർമ്മയുണ്ട് കേരളത്തിൽ. അതുമായി താരതമ്യപ്പെടുത്തിയിട്ടില്ല, അങ്ങനെ താരതമ്യപ്പെടുത്തേണ്ട ഒരു പാർട്ടി അല്ലല്ലോ. പക്ഷെ ഇതിൻ്റെ സാധ്യത ചോദിച്ചപ്പോൾ പാർട്ടി പറയുന്ന എന്ത് ചുമതലയും ഞാൻ ഏറ്റെടുക്കാം,
മന്ത്രിസ്ഥാനം ത്യജിച്ച് പാർട്ടിയുടെ ചുമതല ഏറ്റെടുക്കാൻ പാർട്ടിക്ക് അഭിപ്രായം ഉണ്ടെങ്കിൽ ഞാൻ ഇപ്പം രാജി കൊടുക്കാം എന്ന് പറഞ്ഞു വന്നയാളാണ് സഖാവ് പിണറായി വിജയൻ. എന്നിട്ട് ഏതാണ്ട് ഒരു 1.5 പതിറ്റാണ്ട് കാലം പാർട്ടി പ്രവർത്തനത്തിൽ മാത്രം കേന്ദ്രീകരിച്ചയാളാണ് സഖാവ് പിണറായി വിജയൻ. അങ്ങനെ ഒരാൾ ആരെയെങ്കിലുമൊക്കെ സന്തോഷിപ്പിക്കാനോ സുഖിപ്പിക്കാനോ വേണ്ടി കാറിൽ കയറ്റി നടക്കുന്ന ആളാണോ? അല്ല. അതൊരു സുജന മര്യാദ എന്ന് പറയും. ആരും ചെയ്യേണ്ട ഒരു മര്യാദയാണ്. അതിനെ വക്രീകരിച്ച് എന്തോ മഹാപാതകമെന്ന മട്ടിൽ അവതരിപ്പിച്ചു. പക്ഷേ ഈ പറയപ്പെടുന്ന ആള് നേതൃത്വം വഹിക്കുന്ന സംഘടനയുടെ പാരമ്പര്യത്തിന് നിരക്കാത്ത വിധത്തിൽ ചില പ്രയോഗങ്ങൾ നടത്തിയപ്പോൾ അതിനെ തള്ളിക്കളഞ്ഞുകൊണ്ട് CPIM-ന്റെ സംസ്ഥാന സെക്രട്ടേറിയറ്റ് പ്രസ്താവന ഇറക്കി. അപ്പോൾ ഒരാൾ എന്നോട് ചോദിച്ചു, നിങ്ങൾ ആ പ്രസ്താവന ഇറക്കി വളരെ നന്നായിട്ടുണ്ട്, പക്ഷേ ആളിൻ്റെ പേരൊന്നും എടുത്ത് പറയേണ്ടിയിരുന്നില്ലേ അതിനകത്ത്? അപ്പം ഞാൻ ചൊല്ല പ്രസ്താവന വായിച്ചപ്പം അത് ആരുടെ തെറ്റായ വാക്പ്രയോഗങ്ങൾക്കെതിരായിട്ടാണ് ആ പ്രസ്താവന എന്നുള്ളത് നിങ്ങൾക്ക് മനസ്സിലായില്ലേ? അത് മനസ്സിലായി. ഞാൻ പറഞ്ഞു, പിന്നെ എന്തിനാ പേര് പറയുന്നത്? വളരെ വ്യക്തമല്ലേ, ആർക്കും മനസ്സിലാവുമല്ലോ എന്ന് ആ പ്രസ്താവന. അപ്പോൾ CPIM-ഉം ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയും വളരെ കൃത്യമായ രാഷ്ട്രീയ നിലപാടുകളുള്ള പ്രസ്ഥാനമാണ്. അതിനെതിരായി നടത്തുന്ന കള്ളപ്രചാര വേലകളൊന്നും വിലപ്പോവുകയില്ല എന്നുള്ള കാര്യം ഉറപ്പാണ്. ഐശ്വര്യപൂർണമായ ഒരു കേരളം സൃഷ്ടിക്കാൻ വേണ്ടി 10 വർഷക്കാലം ഇന്ത്യയിലെ മറ്റൊരു സംസ്ഥാന ഗവൺമെൻറ്റിനും കഴിയാത്ത വിധം ജനപക്ഷത്തുറച്ചു നിന്നുകൊണ്ട്, ജനക്ഷേമത്തിൽ ഉറച്ചു നിന്നുകൊണ്ട് സർവതോമുഖമായ വികാസം, ആശുപത്രികളുടെ ഗുണനിലവാരം, സ്കൂളുകളുടെ ഗുണനിലവാരം, അടിസ്ഥാന സൗകര്യ വികസനം, തെക്ക് വടക്ക് ദേശീയപാത, മലയോരപാത, തീരദേശപാത, ഉൾനാടൻ ജലപാത, ഇങ്ങനെ ഓരോന്നും തീവ്ര ദാരിദ്ര്യം പൂർണ്ണമായി തുടച്ചു മാറ്റിയ ഇന്ത്യയിലെ ഒരേ ഒരു സംസ്ഥാനം. ഇതിനൊക്കെ പുറമേ നിങ്ങൾക്കറിയുമോ, സ്വന്തമായി ഒരു തുണ്ട് ഭൂമിയെങ്കിലും ഇല്ലാത്ത കേരളത്തിലെ ജനങ്ങൾ എത്ര ശതമാനമാണെന്നറിയുമോ? വെറും 3%. 97% കേരളത്തിലെ ജനങ്ങൾക്കും അവരുടേതായ ഒരു തുണ്ട് ഭൂമിയുണ്ട്. ആ 3% അവരുടേതായ ഒരു തുണ്ട് ഭൂമിയില്ലാത്ത 3% പെടുന്ന ആളുകളെ നിങ്ങൾ കണ്ടിട്ടില്ലെങ്കിൽ എന്നെ ഒന്ന് സൂക്ഷിച്ചു നോക്കിയാൽ മതി. ഞാൻ ആ കൂട്ടത്തിൽ പെടുന്ന ഒരാളാണ്. എനിക്ക് സ്വന്തമായിട്ട് ഭൂമിയൊന്നുമില്ല. എന്നാൽ അത്രയും മാത്രം പറഞ്ഞാൽ പോരാ. എൻ്റെ ജീവിത പങ്കാളി സഖാവ് ബെറ്റിയുടെ കുടുംബത്തിൽ നിന്നും അത് ഭാഗം വെച്ചപ്പോൾ 42 സെൻറ്റോ മറ്റോ കിട്ടിയിട്ടുണ്ട്. അത് ബെറ്റിയുടെ കൈവശമുണ്ട്. അപ്പോൾ ബെറ്റി പറയുന്നത് നിങ്ങളുടെ ഭൂമിയാണെന്ന്. ഞാൻ പറയും, അതാ 42 സെൻറ്റല്ല എൻ്റെ ഭൂമി, ഇതൊക്കെ എൻ്റെ ഭൂമിയാണ്. ഈ ഭൂമി മുഴുവൻ എൻ്റേത് കൂടിയാണ്. അല്ല, നമ്മൾ സർവേക്കല്ലിട്ട് കുറേ ഭാഗങ്ങൾ എടുക്കുകയല്ല വേണ്ടത്. അതൊരു കാര്യം. പക്ഷെ ദരിദ്രരായ ജനങ്ങളെ സംബന്ധിച്ചിടത്തോളം ഒരു തുണ്ട് ഭൂമി സ്വന്തമായിട്ടുണ്ടാവുക, അവിടെ ചെറിയൊരു വീടുണ്ടാവുക എന്നുള്ളതെല്ലാം ഒരു സാധാരണഗതിയിലുള്ള ആളുകളുടെ ഒരു സങ്കല്പമാണ്. ഞങ്ങളുടെ നാട്ടുകാരനായിട്ടുള്ളൊരു കവി തിരുനെല്ലൂർ കരുണാകരൻ എഴുതിയിട്ടുണ്ട്, സ്വന്തമായി ഇത്തിരി മണ്ണു വാങ്ങിച്ചതിൽ കൊച്ചൊരു കൂരയും കെട്ടി മാനമായി നിന്നെ ഞാൻ കൊണ്ടുപോവില്ലയോ താലയും മാലയും ചാർത്തി. റാണിയിൽ എഴുതിയിട്ടുള്ളതാണ്. അപ്പം അതൊരു ചെറിയ മോഹമാണ് മനുഷ്യരുടെ. ആ മോഹം 97% കേരളീയൻ്റെയും ആ മോഹം സാക്ഷാത്കരിച്ചു കൊടുക്കാൻ 57-ലെ EMS ഗവൺമെൻറ് മുതലുള്ള ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി പ്രസ്ഥാനത്തിൻ്റെ ഇടപെടലുകളാണ്. ഭൂപരിഷ്കരണ നിയമത്തിൽ പിന്നെ വെള്ളം ചേർക്കപ്പെട്ടു. ഒടുവിൽ 1967-ലെ EMS ഗവൺമെൻറ് ഭൂപരിഷ്കരണ നിയമത്തിന് പൂർണ്ണരൂപം നൽകി പാസ്സാക്കി. അപ്പോഴും അത് നടപ്പാക്കപ്പെടില്ല, ഭൂമി കൈമാറ്റം ചെയ്യപ്പെടും, പൊളിച്ചുവെക്കപ്പെടും എന്നൊക്കെ മനസ്സിലായപ്പോഴാണ് പാവങ്ങളുടെ പടത്തലവനായ സഖാവ് AKGയുടെ നേതൃത്വത്തിൽ 1970 ജനുവരി 1 മുതൽ മിച്ചഭൂമി കണ്ടെടുത്ത് അവിടെ കൊടികുത്തി പാവങ്ങളുടെ അവകാശം സ്ഥാപിക്കും മിച്ചഭൂമിന്മേൽ എന്ന് പറഞ്ഞ് നടന്ന സമരം ഇവിടെ നടന്നിട്ടുണ്ടാവും. ഇവിടെ തിരുവനന്തപുരത്ത് മുടവൻമകൾ കൊട്ടാരത്തിൻ്റെ മതിൽ ചാടി AKG, 60 വയസ്സ് കഴിഞ്ഞ് AKG. ഇതൊക്കെയാണ്. അപ്പോൾ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി എന്ന് പറഞ്ഞാൽ ജനങ്ങളുടെ അവകാശങ്ങൾക്ക് വേണ്ടിയുള്ള ഇതുപോലുള്ള പോരാട്ടങ്ങളാണ്.
ഭരണത്തിൽ വരുമ്പോൾ ആ ഭരണം ഉപയോഗിച്ചുകൊണ്ട് ജനങ്ങൾക്ക് ആശ്വാസം നൽകാൻ വേണ്ടിയിട്ടുള്ള പ്രവർത്തനങ്ങളുമാണ്. ഈ യോഗം നടക്കുന്ന സ്ഥലത്തിൻ്റെ വീരോജ്വലമായ പാരമ്പര്യം കൂടി ഓർക്കാതെ ഞാൻ എൻ്റെ വാക്കുകൾ ഉപസ്മരിച്ചുകൂടാ. മൊയാരത്ത് ശങ്കരൻ തലശ്ശേരിയിലാണ് ജനിച്ചതെങ്കിലും വടകരയും പരിസര പ്രദേശങ്ങളിലുമാണ് അദ്ദേഹത്തിൻ്റെ കർമ്മമണ്ഡലം ആയിരുന്നു. കേരളം മുഴുവനായിരുന്നു. പയ്യോളിക്കടുത്തുള്ള ഒരു സ്കൂളിലാണ് അദ്ദേഹം അധ്യാപകനായി കുറേ കാലം പ്രവർത്തിച്ചിരുന്നത്. ആ മൊയാരത്ത് ശങ്കരൻ കോൺഗ്രസിൻ്റെ ചരിത്രം എഴുതിയതിൽ പ്രസിദ്ധനായ മൊയാരത്ത് ശങ്കരൻ പിന്നെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിലേക്ക് വന്നു. കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുമായി ബന്ധപ്പെട്ടപ്പോൾ സഖാവ് മൊയാരത്ത് ശങ്കരനെ കോൺഗ്രസ്സുകാർ വേട്ടയാടി. കേരളത്തിലെ ആദ്യത്തെ രാഷ്ട്രീയ രക്തസാക്ഷികളിൽ ഒരാളാണ് രാഷ്ട്രീയ കൊലപാതകം. സഖാവ് മൊയാരത്തിനെ അടിച്ചവശനാക്കി കണ്ണൂർ ജയിലിൽ കൊണ്ടുപോയി ജയിലിട്ടടിച്ചു. ജയിലിൽ വെച്ച് രക്തസാക്ഷിയായി. ബന്ധുക്കൾക്ക് ശരീരം വിട്ടുകൊടുക്കാതെ കോൺഗ്രസ് ഗവൺമെൻറ്റാണെന്ന് ഓർക്കണം. 1948 ഇത്, എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ ആ കാലഘട്ടത്തിലാണ്. അതുപോലെ തന്നെ ഒഞ്ചിയം രക്തസാക്ഷികൾ, അതും കോൺഗ്രസ് ഭരണത്തിന് കീഴിൽ 10 സഖാക്കളെ കൊന്നു. ഒഞ്ചിയത്ത് കമ്മ്യൂണിസ്റ്റുകാർ അതിൽ 8 പേരെ വെടിവെച്ച് കൊന്നു. മൺറോഡി കണ്ണൻ ഉൾപ്പെടെയുള്ള സഖാക്കളെ പോലീസ് ലോക്കപ്പിലിട്ട് ചതച്ചു കൊന്നു. സ്വന്തം ജീവരക്തം ലോക്കപ്പിൽ മുദ്രാവാക്യം എഴുതാൻ സഖാവ് കണ്ണൻ വിറയ്ക്കുന്ന കൈകൊണ്ട് സ്വന്തം ജീവരക്തം മുക്കിയെടുത്ത് പോലീസ് ലോക്കപ്പിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടി സിന്ദാബാദ്, ഇൻകുലാബ് സിന്ദാബാദ് എന്ന മുദ്രാവാക്യം രചിച്ച മണ്ണാണിത്. ഈ മണ്ണിൻ്റെ പാരമ്പര്യം മുറുകെ പിടിച്ചുകൊണ്ട് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ കരുത്തനായ സാരഥി, ജനനായകൻ, വികസന നായകൻ, നിങ്ങളുടെ കുടുംബാംഗങ്ങളിൽ ഒരാളെപ്പോലെ നിങ്ങൾക്കൊപ്പം എന്ന് നിന്നിട്ടുള്ള സഖാവ് കുഞ്ഞഹമ്മദ് മാസ്റ്ററെ ഇവിടെ ജയിപ്പിക്കണം. തൊട്ടടുത്ത മണ്ഡലങ്ങളിലും ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ ഓരോ സ്ഥാനാർത്ഥിയും വിജയിപ്പിക്കാൻ നിങ്ങൾ ഒറ്റക്കെട്ടായിട്ട് മുന്നോട്ടിറങ്ങണം. കാരണം ഇവിടെ മത്സരിക്കുന്നത് തെരഞ്ഞെടുപ്പ് ചട്ടപ്രകാരം നാമനിർദ്ദേശം കൊടുത്ത LDFൻ്റെ ഈ സ്ഥാനാർത്ഥികളാണെങ്കിൽ നമ്മൾ ഓർക്കേണ്ടത് യഥാർത്ഥത്തിൽ ഈ തെരഞ്ഞെടുപ്പുകളിൽ മത്സരിക്കുന്നത് നമ്മൾ ഓരോരുത്തരും തന്നെയാണ്. നാം തന്നെയാണ് ഈ തെരഞ്ഞെടുപ്പിൽ LDFൻ്റെ സ്ഥാനാർത്ഥി എന്നോർത്തുകൊണ്ട് നമ്മുടെ പ്രതിനിധിയായി നിലവിലുള്ള തെരഞ്ഞെടുപ്പ് ചട്ടമനുസരിച്ച് LDFും പാർട്ടിയും തീരുമാനിക്കുന്നു, നാമനിർദ്ദേശം കൊടുക്കും. പക്ഷെ അവരുടെ ജയം എന്നത് നമ്മുടെ ജയമാണ്. നമ്മുടെ മക്കളുടെയും പേരക്കുട്ടികളുടെയും ഒക്കെ ഭാവിയുടെ ജയമാണ്. കാര്യം അവർ ജീവിക്കേണ്ട കേരളം വർഗീയലഹളകളില്ലാത്ത കേരളമായിരിക്കണം. ഐശ്വര്യപൂർണമായ ആധുനിക ശാസ്ത്ര സാങ്കേതിക വിദ്യയുടെ വികാസത്തോടുകൂടി പുരോഗതിയുടെ പാതയിൽ യൂറോപ്പിലും വടക്കേ അമേരിക്കയിലുമൊക്കെ ഉള്ള രാജ്യങ്ങൾ കൈവരിച്ച നേട്ടത്തിന് തുല്യമായ നേട്ടങ്ങൾ കൈവരിക്കുന്ന ഒരു സംസ്ഥാനമായി കേരളത്തെ മാറ്റാനുള്ള ബദൽ പാതയിലൂടെയാണ് നമ്മൾ മുന്നോട്ട് പോകാൻ ശ്രമിക്കുന്നത്. ഒരുപാട് നേട്ടങ്ങൾ കൈവരിച്ചിട്ടുണ്ട്. ആ നേട്ടങ്ങൾ കൈവരിക്കാൻ നടത്തിയ പ്രവർത്തനത്തിനിടയിൽ നമുക്ക് ചിലപ്പോൾ ചില പോരായ്മകളും തെറ്റും പറ്റിപ്പോയിട്ടുണ്ടാവാം. ആ പോരായ്മകളും തെറ്റുകുറ്റങ്ങളും ജനങ്ങൾ ചൂണ്ടിക്കാണിച്ചാൽ, ജനങ്ങൾ ചൂണ്ടിക്കാണിക്കുന്ന തെറ്റുകുറ്റങ്ങൾ ശരിയാണ്, അത്തരം തെറ്റ് ചെയ്യാൻ പാടില്ലായിരുന്നു എന്ന് നമ്മൾ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി പ്രസ്ഥാനം തിരിച്ചറിയുമ്പോൾ ജനങ്ങൾ പറയുന്നതനുസരിച്ച് പറ്റിപ്പോയ തെറ്റുകൾ തിരുത്തി മുന്നോട്ട് പോകുന്ന ഒരു പ്രസ്ഥാനമാണ് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി പ്രസ്ഥാനം എന്ന് ഓർമ്മിപ്പിച്ചുകൊണ്ട് നിങ്ങളുടെ എല്ലാം അനുമതിയോടുകൂടി ഇവിടെ ചേർന്ന ഈ പൊതുയോഗം നമ്മളെല്ലാവരും കൂടെ ചേർന്ന് ഉദ്ഘാടനം ചെയ്യുന്നതായി പറഞ്ഞ് ഞാൻ എൻ്റെ വാക്കുകൾ ഉപസംഹരിക്കുന്നു. അഭിവാദനം.